സ്റ്റാർട്ടിംഗ് ഇല്ലുസ്ട്രേഷൻ നമ്പർ 14 P&L അക്കൗണ്ട് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, ചില ക്വസ്റ്റ്യനിൽ P&L അക്കൗണ്ട് തരും, ചില ക്വസ്റ്റ്യനിൽ ജസ്റ്റ് ഇൻഫർമേഷൻസ് തരും, ചില ക്വസ്റ്റ്യനിൽ റിസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് തരും, അതായത് ക്യാഷ് ബുക്ക് തരും. സോ അങ്ങനെ ക്വസ്റ്റ്യൻസ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും പാറ്റേൺ. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് P&L അക്കൗണ്ടാണ്, ഒരു കമ്പനിയുടെ P&L അക്കൗണ്ട്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് തന്നിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറഞ്ഞാൽ പർച്ചേസ്, ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ്, ഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ട്, അത് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഇത് അലൗഡ് ആണ്, ഇതൊരു ബിസിനസ്സിൽ ഉണ്ടായിരിക്കേണ്ട കാര്യമല്ലേ. സോ അലൗഡ്. ഓഫീസ് എക്സ്പെൻസ് ഇവിടെ വേണം, ഇവിടെ വരാം, പ്രശ്നമൊന്നുമില്ല. സാലറി യെസ് ഇവിടെ വരാം. ഇൻകം ടാക്സ് ഇവിടെ വരാൻ പാടില്ല. ആസ് പെർ ഇൻകം ടാക്സ് പർപ്പസ് ഇത് ഡിസലൗഡ് ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഡിസലൗഡ് ആണെങ്കിൽ തിരിച്ചെന്ത് ചെയ്യണം? അതിനെ ആഡ് ബാക്ക് ചെയ്യണം. ഡിസലൗഡ് എക്സ്പെൻസ് ഡെബിറ്റഡ് ഇൻ P&L അക്കൗണ്ട്. സി, ഡിസലൗഡ് എക്സ്പെൻസ് ഓൾറെഡി ഡെബിറ്റഡ് ടു P&L അക്കൗണ്ട്. എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. സോ അത് തന്നെയാണ് ചാരിറ്റി എക്സ്പെൻസും. ബിസിനസ് അല്ല, സോ ഡിസലൗഡ് ആണ്, ആഡ് ബാക്ക് ചെയ്യണം. പ്രൊവിഷൻ ഡിസലൗഡ് ആണ്, ആഡ് ബാക്ക് ചെയ്യണം അല്ലേ. പ്രൊവിഷൻസ് ഒന്നും എടുക്കാൻ പാടില്ല. GST നമ്മൾ ഓൾറെഡി പറഞ്ഞു, GST അലൗഡ് ആണ്, സോ ഇത് പ്രോബ്ലം ഇല്ല. ഗ്രൂപ്പ് ഇൻഷുറൻസ് പ്രീമിയം അലൗഡ് ആണ്, LIC മാത്രമാണ് അലൗഡ് അല്ലാത്തത്. ഓക്കെ, സോ അത് അലൗഡ് ആണ്. അഡ്വർടൈസ്മെൻറ്റ് യെസ് അലൗഡ് ആണ്. ജനറൽ എക്സ്പെൻസ് അലൗഡ് ആണ്. വേറെ ഇൻഫർമേഷൻ ഒന്നും ഇല്ലെങ്കിൽ ജനറൽ എക്സ്പെൻസ് അലൗഡ് ആണ്. ഓക്കെ, നൗ നെക്സ്റ്റ് മുനിസിപ്പൽ ടാക്സ് അലൗഡ് ആണ്. ബട്ട് ഇവിടെ ലെറ്റ് ഔട്ട് ബിൽഡിംഗ് എടുത്ത് പറയുന്നുണ്ട്. ലെറ്റ് ഔട്ട് ബിൽഡിംഗ് ഹൗസ് പ്രോപ്പർട്ടിയിൽ വരുന്ന സംഭവമാണെന്ന് നിങ്ങൾക്ക് അറിയാം. സോ ഇത് ഹൗസ് പ്രോപ്പർട്ടിയിലാണ് അലൗഡ്. ഇവിടെ ഓഫീസ് ബിൽഡിങ്ങിൻ്റെ ആറ്റമാണ് മുനിസിപ്പൽ ടാക്സ് പേ ചെയ്തതെങ്കിൽ ഇവിടെ അലൗഡ് ആണ്. ബട്ട് ഇവിടെ ലെറ്റ് ഔട്ട് ബിൽഡിങ്ങിൻ്റെ ആയതുകൊണ്ട് അലൗഡ് അല്ല, ഹൗസ് പ്രോപ്പർട്ടിയാണ്. നെറ്റ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ കണക്ക് സ്റ്റാർട്ട് ചെയ്യുക. സോ ഇവിടെ നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ P&L അക്കൗണ്ട് എന്ന് എഴുതേണ്ടത് ഇത് ഈ കാണിച്ചിരിക്കുന്ന എമൗണ്ട് ആണ്. ഓക്കെ, അടുത്തത് വരുന്നത് സെയിൽസ് ആണ്, അലൗഡ് ആണ്. സ്റ്റാഫ് ക്വാർട്ടേഴ്സിൻ്റെ റെൻ്റ് അലൗഡ് ആണ്. ഗസ്റ്റ് ഹൗസിൻ്റെ റെൻ്റ് അലൗഡ് ആണ്. ബിൽഡിംഗ് ലെറ്റ് ഔട്ട് ഇത് ഹൗസ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഈ ഇൻകം ഏതിനെയല്ല? PGBP അല്ല. അപ്പോൾ വേറെ ഏതോ ഒരു സംഭവത്തിലെ ഇൻകം എവിടെ ക്രെഡിറ്റ് ആയിട്ടുണ്ട്? P&L അക്കൗണ്ട്. ഇൻകം ക്രെഡിറ്റഡ് ടു P&L അക്കൗണ്ട് ബട്ട് നോട്ട് ഏത് ഹെഡ്? PGBP. അപ്പോൾ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. സോ ഈ സാധനം ലെസ് ചെയ്യണം. ഓക്കെ, ഇൻകം ടാക്സ് റീഫണ്ടും ഇതെന്താണ്? ഇത് നമുക്ക് അലൗഡ് അല്ല. ഇതും തിരിച്ച് എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് ഓൺ സ്ക്രൂട്ട്. ഇത് സെയിം ആണ്, ഇവിടെ വന്നിട്ടുണ്ട്, ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്, ബട്ട് PGBPയിൽ വരരുത്. സോ ലെസ് ചെയ്യണം. ഓൺ സ്ക്രൂട്ടിനി ഓഫ് ദ റെക്കോർഡ് ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് ജനറൽ എക്സ്പെൻസ് ജനറൽ എക്സ്പെൻസിൽ ഇൻക്ലൂഡ് ചെയ്തു. ജനറൽ എക്സ്പെൻസ് എത്രയാണ്? 2 ലക്ഷം. ഇതിനകത്ത് നമ്മുടെ ഈ ഒരു റെക്കോർഡ് പരിശോധിച്ചപ്പം ജനറൽ എക്സ്പെൻസിൻ്റെ അകത്ത് 25,000 ഫർണിച്ചർ വാങ്ങിച്ചിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് ഫർണിച്ചർ വാങ്ങിച്ച ഡേറ്റ് നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട്. പിന്നെ 11,000 എൻ്റർടൈൻമെൻറ്റ് എക്സ്പെൻസ് ക്യാഷ് ആയിട്ട് പേ ചെയ്തിട്ടുണ്ട്. പിന്നെന്താ? ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ക്യാപിറ്റൽ 9,000. ഇത് ഇൻട്രസ്റ്റ് ആണ്, ബട്ട് ഏതിൻ്റെ മേലെയാണ്? ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടീൻ്റെ ആണ്. ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടീൻ്റെ ഇൻട്രസ്റ്റ് ഈ ഹെഡിൽ വരില്ല. ഓക്കെ, സോ ഇത്രയും സംഭവങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. ബാക്കി ജനറൽ എക്സ്പെൻസ് ആയിരിക്കും. ഇവിടെ ശ്രദ്ധിക്കാം. ഓൾറെഡി ഈ 2 ലാഖിനകത്ത് ഇതൊക്കെ ഓൾറെഡി ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഡെബിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അർത്ഥം. ഇതൊക്കെ ഓൾറെഡി ഇവിടെ ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഓൾറെഡി ഇവിടെ ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇത് അലൗഡ് അല്ല, ഇത് ഡിസലൗഡ് ആണ്. എന്തുകൊണ്ടാണ് ഫർണിച്ചർ വാങ്ങിച്ച പൈസ ഡിസലൗഡ്? ബിക്കോസ് ഇറ്റ് ഈസ് എ അസറ്റ്. വാങ്ങിക്കുന്നത് എന്ത് എക്സ്പെൻഡിച്ചറാ? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അലൗഡ് അല്ല. സോ ദിസ് ഈസ് ഡിസലൗഡ്. ഇത് ഡിസലൗഡ് ആയതുകൊണ്ട് തന്നെ ഇതിനെ തിരിച്ച് എന്ത് ചെയ്യണം? ആഡ് ബാക്ക് ചെയ്യണം. ബിക്കോസ് ഇറ്റ് ഈസ് ഓൾറെഡി ഡെബിറ്റഡ്. ഈ 2 ലക്ഷം ഡെബിറ്റ് ചെയ്തതിനകത്ത് ഇതൊക്കെ ഇല്ല, ഓൾറെഡി ഡെബിറ്റ് ചെയ്തതുകൊണ്ട് ഇതെന്ത് ചെയ്യണം? ആഡ് ബാക്ക് ചെയ്യണം. ഓക്കെ, സോ നെക്സ്റ്റ് ഇതിൻ്റെ ഡിപ്രിസിയേഷൻ എടുക്കണം. ഡിപ്രിസിയേഷൻ നമുക്ക് അലൗഡ് ആണ്. സോ അലൗ ചെയ്ത എക്സ്പെൻസ് ആണ്, ബട്ട് എന്ത് ചെയ്തിട്ടില്ല? ഡിപ്രിസിയേഷൻ എന്ത് ചെയ്തിട്ടില്ല? കോസ്റ്റ് ഓഫ് ഫർണിച്ചർ 25,000 ഇത് ഓൾറെഡി ഡെബിറ്റ് ചെയ്തിട്ടുണ്ട് എവിടെ? P&L അക്കൗണ്ടിൽ. ബട്ട് ഇതെന്ത് എക്സ്പെൻസാ?
disallowed expense because capital expenditure ആണ്. So disallowed expense already debited to P&L account ആണെങ്കിൽ എന്ത് ചെയ്യണം? തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. എത്ര? 25,000. ബട്ട് ഫർണിച്ചർ അസറ്റിന് എന്ത് നമുക്ക് ക്ലെയിം ചെയ്യാം? ഡിപ്രിസിയേഷൻ എന്ത് എക്സ്പെൻസാ? അലൗബിൾ എക്സ്പെൻസ്. അപ്പം ഇത് ഓൾറെഡി ഡെബിറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഡിപ്രിസിയേഷൻ ഓൾറെഡി ഡെബിറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. സോ നമുക്ക് എന്ത് ചെയ്യണം? അലൗബിൾ എക്സ്പെൻസ് ആണ് ബട്ട് നോട്ട് ഡെബിറ്റഡ് ടു P&L അക്കൗണ്ട്. സോ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. സോ ഡിപ്രിസിയേഷൻ ലെസ് ചെയ്യണം. എത്രയാണ് ഡിപ്രിസിയേഷൻ? 25,000. ഫർണിച്ചറിൻ്റെ റേറ്റ് എത്രയാ? 10%. ഇനി വാങ്ങിച്ച ഡേറ്റ് 180 ഡേ 20ൽ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം തുടക്കത്തിൽ വാങ്ങിച്ചിട്ടുണ്ട്. സോ 180 ഡേയ്സിൽ കുറവൊന്നുമല്ല. സോ ഇതിൻ്റെ 10% 2500 ഡിപ്രിസിയേഷൻ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. ഓക്കെ. അടുത്തത് 2 lakhൽ 25,000 നമ്മൾ ചെയ്തു. ഇനി 11,000. ഇത് പേ ചെയ്തിരിക്കുന്നത് ക്യാഷിലാണ്. ക്യാഷ് ട്രാൻസാക്ഷൻ അപ് ടു 10,000 ആണെങ്കിൽ എന്താണ്? അപ് ടു 10,000 നമുക്ക് എലിജിബിൾ ആണ്. ബട്ട് ഇത് എത്രയുണ്ട്? 11,000. സോ 100% എന്താണ്? ഡിസലൗഡ് ആണ്. 100%. അപ്പോൾ 11,000 തിരിച്ച് എന്ത് ചെയ്യണം? ആഡ് ബാക്ക് ചെയ്യണം. ബിക്കോസ് ഓൾറെഡി എന്താണിത്? ഡെബിറ്റഡ് ടു P&L അക്കൗണ്ട്. സോ 11,000 പേയ്മെൻറ്റ് ഇൻ ക്യാഷ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. ഓക്കെ. അടുത്തത് ഇൻട്രസ്റ്റ് ആണ്. 9,000. ഇൻട്രസ്റ്റ് അലൗഡ് ആണ്. അത് ബിൽഡിംഗ്, അതായത് നമ്മുടെ ബിസിനസ് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ലോൺ എടുക്കുവാണെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റ് പേ ചെയ്താൽ നമുക്ക് അലൗഡ് ആണ്. ബട്ട് ഇവിടെ ലെറ്റ് ഔട്ട് ബിൽഡിങ്ങിൻ്റെ ആണ്. ലെറ്റ് ഔട്ട് എന്ന് പറയുമ്പോൾ ഇത് ഹൗസ് പ്രോപ്പർട്ടിയിലാണ് വരിക. അപ്പോൾ ഇത് ഓൾറെഡി ഡെബിറ്റ് ചെയ്തതുകൊണ്ട് ഇത് തിരിച്ച് എന്ത് ചെയ്യണം? ആഡ് ബാക്ക് ചെയ്യണം. ഓക്കെ. ഓൾറെഡി ഇത് ഡെബിറ്റ് ചെയ്തതുകൊണ്ട്, ബിക്കോസ് ഇതൊരു ഡിസലൗഡ് എക്സ്പെൻസ് ആണ്, ഓൾറെഡി ഡെബിറ്റ് ചെയ്തതുകൊണ്ട് ഇത് ആഡ് ബാക്ക് ചെയ്യണം. ഇൻകം ടാക്സ് ഇൻക്ലൂഡ് 4,000. വാട്ട് എവർ ഇറ്റ് ഈസ്, ഇൻകം ടാക്സ് നമ്മൾ എന്തായാലും എടുക്കൂല. ഈ വർഷത്തെ ആയാലും എപ്പോഴത്തെ ആയാലും എടുക്കൂല. ഓക്കെ. ഇവിടെ ടോട്ടൽ ഇൻകം കാണാൻ പറയുന്നുണ്ട്. കാരണം ഇവിടെ ഹൗസ് പ്രോപ്പർട്ടീൻ്റെ ഡീറ്റെയിൽസും ഗിവൺ ആണ്. നിങ്ങൾക്ക് HP കാണാൻ പറ്റും. സോ HP നിങ്ങൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്യുക. ഇവിടെ മുനിസിപ്പൽ വാല്യുവേഷൻ നേരിട്ട് തന്നിട്ടില്ല, ബട്ട് ഇങ്ങനെ തന്നിട്ടുണ്ട്. എന്ത്? 5% ഓഫ് മുനിസിപ്പൽ വാല്യുവേഷൻ 4,000 എന്ന് തന്നിട്ടുണ്ട്. അപ്പം ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക 100/5 ആവും. സോ മുനിസിപ്പൽ വാല്യുവേഷൻ 80,000 കിട്ടും കേട്ടോ. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഹൗസ് പ്രോപ്പർട്ടി ചെയ്തതാണ്. അത് പഠിച്ച ആൾക്കാർക്ക് ഓക്കെ ആയിരിക്കും. ചെയ്യുന്നത് നോക്കിക്കോ. ആദ്യം ഇതെടുക്കുക. ഇതെടുത്തിട്ട് ഇൻകം ഫ്രം ബിസിനസ് ഓഫ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി ഇവിടെ എടുക്കുക. ആഡ് ബാക്ക് ചെയ്യേണ്ട എക്സ്പെൻസ് ഒക്കെ 1 by 1 ആയിട്ട് ഇവിടെ ആഡ് ബാക്ക് ചെയ്യുക. ആഡ് എക്സ്പെൻസ് നോട്ട് ഡിഡക്റ്റബിൾ അല്ലെങ്കിൽ ഐറ്റംസ് നോട്ട് അലൗഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻകം ടാക്സ് ഇതൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ. ഇൻട്രസ്റ്റ് ഓൺ ലോൺ. ഓക്കെ. എന്നിട്ട് ഐറ്റംസ് ഡിഡക്റ്റ് ചെയ്യേണ്ട ഐറ്റംസ് എന്തൊക്കെയാ? ലെറ്റ് ഔട്ട് ബിൽഡിങ്ങിൻ്റെ റെൻറ്റ്, ഡിപ്രിസിയേഷൻ, ഇൻകം ടാക്സ് റീഫണ്ട്, ഇൻകം ഫ്രം ബിസിനസ്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്ന ഒരു തവണ ചെയ്ത് നോക്കണം. Now illustration number 15. Okay, next illustration number 15. Illustration number 15. C Limited earned a net profit of rupees 8,65,000 during the financial year 2021. Company spent 3 lakh during the year for in-house research which has been charged against the profit. So ഈ പ്രോഫിറ്റിൽ ഇതും കൂടെ ഇൻക്ലൂഡഡ് ആണ്. ഇങ്ങനെ ഒരു എക്സ്പെൻസ് കമ്പനി മീറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം. കമ്പനി അതർ ഡീറ്റെയിൽസ്, ഇതിലുണ്ടാകുന്ന അതർ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുമുണ്ട്. ദ കമ്പനി പെയ്ഡ് 50,000 to X Limited as compensation for not honoring a contract for purchasing a new machine which is debited to P&L account. ഓക്കെ. കമ്പനി ഒരു കോമ്പൻസേഷൻ കൊടുത്തു ഇത്ര, അതായത് കോൺട്രാക്റ്റ് കറക്റ്റ് സമയത്ത് ഹോണർ ചെയ്യാത്തതുകൊണ്ട്. സോ വയലേഷൻ ആണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. വയലേഷൻ ഉള്ളതുകൊണ്ട് ഒരു എക്സ്ട്രാ ഒരു കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വന്നു. ട്രേഡ് എക്സ്പെൻസ് ഇൻക്ലൂഡ് 40,000 being the cost of goods seized by the customs authorities. ഈ ഗുഡ്സ് സീസ് ഒക്കെ ചെയ്യണമെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു വയലേഷൻ ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? ഗുഡ്സ് സീസ് ചെയ്ത് വെക്കണമെങ്കിൽ. സോ അതും വയലേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അടുത്തത് അൺഅബ്സോർബ് ഡിപ്രിസിയേഷൻ ഫോർ ദ ഇയർ 1920 1,25,000 ഹാസ് ബീൻ ഡെബിറ്റഡ് ടു P&L account. The company is eligible for depreciation of 3 lakh for the year 2021 but only 2,50,000 was debited to P&L account. Okay.
സോ കമ്പനിക്ക് എലിജിബിൾ ഡിപ്രിസിയേഷൻ ഇവിടെ 3 ലക്ഷം ഉണ്ട്, പക്ഷേ 2,50,000 മാത്രമേ PNL അക്കൗണ്ടിൽ കാണിച്ചിട്ടുള്ളൂ. പിന്നെ ഒരു അൺഅബ്സോർബ് ഡിപ്രിസിയേഷൻ 1920 ഒരു അൺഅബ്സോർബ് ഡിപ്രിസിയേഷൻ ഉണ്ടായിരുന്നു 1,25,000 എന്നും പറയുന്നുണ്ട്. ഓക്കെ. Company suffered a loss from export business which was compensated by the government in the form of subsidy. സോ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് നിന്ന് സബ്സിഡി കിട്ടിയിട്ടുണ്ട്, ബട്ട് അത് PNL അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തിട്ടില്ല. PNL അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സാധനം ഒന്നും ചെയ്യേണ്ടേനു, ബട്ട് PNL അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ PNL അക്കൗണ്ട് പ്രോഫിറ്റിന് അതിൻ്റെ ഇഫക്റ്റ് വന്നിട്ടില്ല. അപ്പോൾ നമ്മളത് ഇഫക്റ്റ് ചെയ്ത് കാണിക്കണം. അണ്ടർ വോളണ്ടറി റിട്ടയർമെൻറ്റ് സ്കീം കമ്പനി പെയ്ഡ് കോമ്പൻസേഷൻ ഓഫ് 12 ലക്ഷം ടു 4 എംപ്ലോയീസ്. സോ VRSൻ്റെ കേസാണ് പറയുന്നത്. VRSൻ്റെ കേസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. VRSൻ്റെ കേസാണെങ്കിൽ കിട്ടിയ എമൗണ്ടിന് 5 ഡിവൈഡ് ചെയ്യുക, അതിൽ ഒരു പോർഷൻ മാത്രമേ ഡിഡക്ഷൻ അലൗഡ് ഉണ്ടാവും, ബാക്കി പോർഷൻസ് ഒന്നും അലൗബിൾ അല്ല. സോ ഇതിൽ 12 ലക്ഷം ഇവിടെ ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്, PNL അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ PNL അക്കൗണ്ടിൽ ഇവിടെ 12 ലക്ഷവും ഡിഡക്ഷൻ കാണിച്ചിട്ടുണ്ട്, ഇവിടുന്ന് കുറച്ചിട്ടുണ്ട്. 12 ലക്ഷം അലൗഡ് ആണോ? അല്ല. എത്രയേ അലൗഡ് ഉള്ളൂ? 12ന് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അതിൻ്റെ ഒരു ഭാഗം മാത്രമേ ഈ വർഷം അലൗഡ് ഉള്ളൂ, അപ്പോൾ ബാക്കി ഭാഗം ഈ വർഷം അലൗഡ് അല്ല. നമുക്ക് ചെയ്യുമ്പോൾ നോക്കാം. കമ്പനി പെയ്ഡ് 15,000 ഇൻ ക്യാഷായിട്ട് 15,000 കൊടുത്ത് ബ്രോക്കർ ഫോർ ഒബ്റ്റെയിനിങ് എൻ എക്സ്പോർട്ട് ഓർഡർ വിച്ച് ഹാസ് ബീൻ ഡെബിറ്റഡ് ടു PNL അക്കൗണ്ട്. സോ ക്യാഷ് ട്രാൻസാക്ഷൻ 15,000 PNL അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ ഡോക്യുമെൻറ്റ്സും ജെന്യൂൻ ആണ്. യു ആർ റിക്വയർഡ് ടു കമ്പ്യൂട്ട് ദ ഇൻകം ഫ്രം ദ ബിസിനസ് ടു ബി ഇൻക്ലൂഡഡ് ഇൻ ദ ടോട്ടൽ ഇൻകം ഓഫ് ദ കമ്പനി ഫോർ ദ ഇയർ 2021. ഞാനിതിന് ഈ ഒരു ഫോമിലോട്ട് എഴുതിയിട്ടുള്ള ഒരു കാര്യമില്ല ഇങ്ങനെ എഴുതണമെന്ന്. ഞാൻ നിങ്ങൾക്കിപ്പോൾ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് മനസ്സിലാവാൻ വേണ്ടി മാത്രം എഴുതിയതാണ്. ഇവിടെ തന്നിരിക്കുന്നത് ഇത്രയും സാധനങ്ങൾ എക്സ്പെൻസ് ഓൺ സയൻറ്റിഫിക് റിസർച്ച് ഇവിടെ ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. ഡെബിറ്റ് ചെയ്യാമോ? യെസ്, 100% സയൻറ്റിഫിക് എക്സ്പെൻഡിച്ചർ നമുക്ക് ഡെബിറ്റ് ചെയ്യാം. സോ ഇതിന് പ്രശ്നമില്ല. കോമ്പൻസേഷൻ ആൻഡ് ട്രേഡ് എക്സ്പെൻസ് വയലേഷൻ റിലേറ്റഡ് ഇത് അലൗബിൾ അല്ല, അപ്പോൾ ഇത് തിരിച്ച് നമ്മൾ ആഡ് ബാക്ക് ചെയ്യണം ഈ 2 എണ്ണം, ബിക്കോസ് ഇത് വയലേഷൻ റിലേറ്റ് ചെയ്ത എക്സ്പെൻസ് ആണ്. അൺഅബ്സോർബ് ഡിപ്രിസിയേഷൻ യെസ് നമുക്ക് അലൗഡ് ആണ്, ഡിപ്രിസിയേഷൻ അലൗഡ് ആണ്, ബട്ട് നമുക്ക് ഇൻകം ടാക്സ് പ്രകാരം ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് 3 lakh എടുക്കുക. ഇവിടെ എത്ര എടുത്തിട്ടുള്ളൂ? 50,000. അപ്പോൾ ഇനി എത്ര ബാക്കിയുണ്ട് എടുക്കുക? 50,000. ഓക്കെ. സോ ഈ 50,000 നമ്മൾ ആഡ് ചെയ്യോ ലെസ് ചെയ്യോ? ഇത് എക്സസ് ഡിപ്രിസിയേഷൻ ആണോ? അല്ല. അപ്പോൾ എക്സസ് ഡിപ്രിസിയേഷൻ അല്ല, അപ്പോൾ ഇതെന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. VRSൻ്റെ കേസ് 12 ലക്ഷം ഇവിടെ ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്, ബട്ട് ഇത് 12 ലക്ഷത്തിന് നിങ്ങൾ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 5 കൊണ്ട് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടും? 2,40,000 അല്ലേ? 2,40,000 കിട്ടും. സോ ഇവിടെ 2,40,000 വരാൻ പാടുള്ളൂ. ഇവിടെ ഒരു ഇയറിൻ്റെ മാത്രമേ ഇവിടെ കാണിക്കാൻ പാടുള്ളൂ, ബിക്കോസ് ഇതിന് 5 അടുത്തത് 2,40,000. അപ്പോൾ ഇതിൻ്റെ ബാക്കിയൊന്നും ഇവിടെ അലൗഡ് അല്ല. ഇവിടെ ഓൺലി അലൗഡ് ചെയ്ത പോർഷൻ എത്രയാണ്? 2,40,000 മാത്രം. അപ്പോൾ ബാക്കി എത്രയുണ്ട് നോക്കുക. 2,40,000 മൈനസ് കൂടിപ്പോയി, കുറച്ച് പൂജ്യങ്ങൾ കൂടിപ്പോയി, ഒറ്റ മിനിറ്റ് കേട്ടോ. 12 ലക്ഷത്തിൽ നിന്ന് 2,40,000 മൈനസ് ചെയ്ത് 96,000. 96,000 ഇവിടെ എന്തല്ല? അലൗഡ് അല്ല. 24,000 അലൗഡ് ആണ്. അപ്പോൾ 96,000 എന്ത് ചെയ്യണം? ആഡ് ബാക്ക് ചെയ്യണം, ഡിസലൗഡ് ആണ്. ഓക്കെ. ടെക്സ്റ്റ് ബുക്കിൽ ഇത് ഫുൾ 5 ആണ്. സോ 4/5 എടുത്തിട്ടുണ്ടാവും. എനിവേ എങ്ങനെയായാലും എനിക്ക് കുഴപ്പമില്ല. സോ 9,60,000 എന്തായിരിക്കും? ഡിസലൗഡ് ആണ്, ആഡ് ബാക്ക് ചെയ്യണം. എങ്ങനെ കിട്ടിയെന്ന് അറിയാലോ? ബാക്കി ഇത് മൈനസ് ചെയ്യും. ഓക്കെ. അടുത്തത് ക്യാഷ് ട്രാൻസാക്ഷൻ 15,000. ക്യാഷ് ട്രാൻസാക്ഷൻ 15,000 അലൗഡ് അല്ല, 10,000 വരെ അലൗഡ്. അങ്ങനെയാണെങ്കിൽ ഇത് ഫുൾ എന്താണ്? ഡിസലൗഡ് ആണ്. സോ ഇതിന് എന്ത് ചെയ്യണം? ആഡ് ബാക്ക് ചെയ്യണം. ഓക്കെ. പിന്നെ ഇതിൽ കൂടാണ്ട് ഒരു പോയിന്റും കൂടെ പറയുന്നുണ്ട്. ഇവിടെ ഒരു എക്സ്പോർട്ട് സബ്സിഡി കിട്ടിയിട്ടുണ്ട് ഗവൺമെൻറ്റിൻ്റെ അടുത്ത് നിന്ന്. എക്സ്പോർട്ട് സബ്സിഡി കിട്ടിയിട്ടുണ്ട്, അത് PNL അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ വരേണ്ട സാധനമായിരുന്നു. ഇവിടെ ഈ ഭാഗത്ത് ഇൻകത്തിൽ വരേണ്ടതായിരുന്നു എക്സ്പോർട്ട് സബ്സിഡി 3 lakh. ബട്ട് ഇവിടെ എഴുതിയിട്ടില്ല. അപ്പം ഇൻകം എന്താവണം? ആഡ് ചെയ്ത് കാണിക്കണം അല്ല, പ്രോഫിറ്റ് കൂട്ടി കാണിക്കണം. ബിക്കോസ് ഇത് ബിസിനസ് റിലേറ്റഡ് ആണോ? അതെ. ബിസിനസ് റിലേറ്റഡ് ഇൻകം ആണോ? അതെ. സോ ഇത് തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം, ബിക്കോസ് ഈ ഇൻകം എവിടെ ക്രെഡിറ്റ് ചെയ്തിട്ടില്ല. ഇൻകം നോട്ട് ക്രെഡിറ്റഡ്, ബിസിനസ് ഇൻകം നോട്ട് ക്രെഡിറ്റഡ് ഇൻ ദ PNL അക്കൗണ്ട്. ക്ലിയർ ആണോ? ഇനി ഇത് ചെയ്തിട്ട് ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ PNL അക്കൗണ്ട് എന്ന് എഴുതി
ഐറ്റംസ് നോട്ട് അലൗവബിൾ. സോ ഇത് രണ്ടും വയലേഷൻ റിലേറ്റഡ്. ഇതാ ഈ രണ്ട് ഐറ്റം. അടുത്തത് ഗുഡ്സ്, ഇത് എക്സ്പോർട്ട് സബ്സിഡി ആഡ് ബാക്ക് ചെയ്തിട്ടുണ്ട്. ഈ എക്സ്പോർട്ട് സബ്സിഡി ആഡ് ബാക്ക് ചെയ്തിട്ടുണ്ട്. കോമ്പൻസേഷൻ VRSൻ്റെ 9,60,000 ആഡ് ബാക്ക് ചെയ്തിട്ടുണ്ട്. ക്യാഷ് ട്രാൻസാക്ഷൻ ഫുള്ളി ആഡ് ബാക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ആഡ് ചെയ്യുക. ലെസ് ചെയ്യാനുള്ള ഒരേ ഒരു ഐറ്റം എന്താ, നമ്മുടെ ഈ 50,000 ഡിപ്രിസിയേഷൻ. ഓക്കെ അല്ലേ? ഓക്കെ. സോ ഇതും കൂടെ ഒന്ന് ചേർത്ത് വായിക്കാം. ഓക്കെ, ടെക്സ്റ്റ് ഇല്ലാത്തവർക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം. Now next illustration number 16. The P&L account of Alana Limited, a company in textile business, shows a net profit of 3 lakh. Okay. For the year 2021, compute the income considering the following. 62,500 received consequent to devaluation of Indian rupee from export of clothes to USA has not been credited to P&L account. Devaluation relate ചെയ്തിട്ട് എക്സ്പോർട്ടറിന് ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ട്. ആ പൈസ നേരിട്ട് തന്നിട്ടുണ്ട്. ബെനിഫിറ്റ് ഉണ്ടായ പൈസ 62,500. അത് P&L അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നത്. അത് ഇൻകം ആണോ? യെസ്, ബിക്കോസ് നമുക്ക് ലാഭം കിട്ടിയിട്ടുണ്ട്. സോ ബിസിനസ് ഇൻകം നോട്ട് ക്രെഡിറ്റഡ് ടു P&L അക്കൗണ്ട്. എന്നാ ചെയ്യേണ്ടത്? ആഡ് ബാക്ക് ചെയ്യണം ബിക്കോസ് ഇറ്റ്സ് എൻ ഇൻകം. ജനറൽ എക്സ്പെൻസ് ഡെബിറ്റഡ് ടു P&L അക്കൗണ്ട്. കുഴപ്പമില്ല, ജനറൽ എക്സ്പെൻസ് ഡെബിറ്റ് ചെയ്യേണ്ട സാധനമാണ്. ബട്ട് ഇൻക്ലൂഡ് 20,000 ബീങ് കോമ്പൻസേഷൻ പെയ്ഡ് ഫോർ ദ ഷോർട്ട് ഫോൾ ഇൻ ദ ക്വാണ്ടിറ്റി ഓഫ് ക്ലോത്ത് എക്സ്പോർട്ടഡ്. നമ്മൾ എക്സ്പോർട്ട് ചെയ്ത ഗുഡ്സിൻ്റെ ക്വാണ്ടിറ്റി കുറഞ്ഞു പോയിട്ട് നമ്മളൊരു 20,000 രൂപ കോമ്പൻസേഷൻ കൊടുക്കേണ്ട വന്നിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട് ഇത് വയലേഷനാണല്ലേ? വയലേഷൻ പോലെയില്ല കാണാൻ. നമ്മുടെ ഒരു ഗുഡ്സ് അയക്കുകയാണ് ഒരു എക്സ്പോർട്ടറിന്. നമ്മളിങ്ങനെ എക്സ്പോർട്ട് ചെയ്യുകയാണ് നമ്മൾ ക്ലോത്ത്സ് എക്സ്പോർട്ട് ചെയ്യുമ്പം ഇതിൽ കുറച്ച് ക്ലോത്ത്സ് കുറഞ്ഞു പോയി, ക്വാണ്ടിറ്റി കുറഞ്ഞു പോയി. അപ്പം നിങ്ങൾക്ക് 20,000 രൂപ അതിൽ വന്നു. സോ അത് അലൗഡ് ആണോ ഡിസലൗഡ് ആണോ എന്നാണ് പറയാൻ വിട്ടതാണ്. ഇത് നമുക്ക് സംഭവിക്കുന്നതാണല്ലേ, നമ്മളോട് പറ്റിപ്പോകുന്ന ഒരു അബദ്ധമാണ് അല്ലേ? ബിസിനസ് റിലേറ്റ് ചെയ്തിട്ട് വയലേഷൻ അങ്ങനെയല്ല, നമുക്കറിയാം, അറിഞ്ഞുകൊണ്ട് റൂൾസ് നമ്മൾ ഫോളോ ചെയ്യാത്ത സംഭവമാണ്. ബട്ട് ഇത് നമുക്ക് കൗണ്ടിങ് മിസ്റ്റേക്ക് അങ്ങനെയായിരിക്കും. സോ ഇത് അലൗവബിൾ ആണ് കേട്ടോ. ഷോർട്ടേജ് ഒക്കെ വരുന്നത് അലൗവബിൾ ആണ്. സോ ഇതൊന്നും ചെയ്യേണ്ട, ഇത് അലൗവബിൾ എക്സ്പെൻസ് ആണ്. Shortfall in quantity of cloth exported is treated as a business expense, so allowable. Okay, എഴുതി വെക്കണ നോട്ട്സിൽ. Capital expenditure on scientific research 1 lakh has been debited to laboratory development account. ഇത് P&L അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ട, ബിക്കോസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അല്ലേ. എന്തിനുള്ള ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ? സയൻറ്റിഫിക് റിസർച്ചിനുള്ള. അപ്പോൾ 100% എന്ത് കിട്ടുന്ന സാധനമാണ്? ഡിഡക്ഷൻ. ഇതിനെ കൊണ്ടുപോയിട്ട് ഏത് അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ട്? ലബോറട്ടറി ഡെവലപ്മെൻറ്റ് അക്കൗണ്ട്. എന്തിന്? നമുക്കിത് P&L അക്കൗണ്ടിൽ ഇട്ടിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. സോ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? എക്സ്പെൻസ് ആണ്, ബട്ട് എവിടെ ഡെബിറ്റ് വന്നിട്ടില്ല? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്, ബട്ട് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അലൗഡ് അല്ല, ബട്ട് ഈ ഒരു കേസ് മാത്രമാണ് അലൗഡ്. ഡെബിറ്റ് ചെയ്തിട്ടുണ്ട് എവിടെ? വേറെ എവിടെയോ. എവിടെ ഡെബിറ്റ് ചെയ്യണമായിരുന്നു? P&L അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണമായിരുന്നു. അപ്പോൾ എന്താ ഇവിടെ എഴുതുക? അലൗവബിൾ എക്സ്പെൻസ് അല്ലേ? അലൗവബിൾ എക്സ്പെൻസ് നോട്ട് ഡെബിറ്റഡ് ടു P&L അക്കൗണ്ട്. എന്നാ ചെയ്യേണ്ടത്? ആഡ് ആണോ ലെസ് ആണോ? ലെസ് ആണ്. allowable expense but not debited to P&L account, less. Okay, less ആണ് ബിക്കോസ് എന്താ? എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് നമുക്ക് അലൗവബിൾ ആണ്, അപ്പോൾ അത്ര കണ്ട് പ്രോഫിറ്റ് കുറയണം. അടുത്തത്, an amount of 2,50,000 debited to P&L account represent 1,25,000 spent on traveling expense of manager of a company in connection with export promotion tour to USA. ഓക്കെ, എക്സ്പോർട്ട് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ന്യൂ ബിസിനസ് ആണെന്ന് പറയുന്നുണ്ടോ? ഇല്ല. സോ എക്സിസ്റ്റിംഗ് ബിസിനസ്സിൻ്റെ എക്സ്പോർട്ട് പ്രൊമോഷന് വേണ്ടിയിട്ടുള്ളത് ബിസിനസ് എക്സ്പെൻസ് ആണ്, ഇത് അലൗവബിൾ ആണ്. ആൻഡ് റുപ്പീസ് 1,25,000 സ്പെൻഡ് ബൈ ദ മാനേജർ ഇൻ കണക്ഷൻ വിത്ത് ന്യൂ ഫാക്ടറി. നോ, ന്യൂ ഫാക്ടറീൻ്റെ റിലേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്താലും ഇത് ഡിസലൗഡ് ആണ്. സോ ഈ സാധനം ഡിസലൗഡ് ആണ്, ഇത് ആഡ് ബാക്ക് ചെയ്യണം. ഓക്കെ, ഓഫ് റുപ്പീസ് 25,000 debited to P&L account, half represent GST of service availed and other half represent current year advance tax. ഈ 25,000 പകുതി GST റിലേറ്റഡും പകുതി അഡ്വാൻസ് ടാക്സാണ്. GST അലൗവബിൾ ആണ്, ബട്ട് അഡ്വാൻസ് ടാക്സ് അലൗവബിൾ അല്ല. ഇതിൻ്റെ പകുതി കാണുക 12,500. ഏത്? അഡ്വാൻസ് ടാക്സിൻ്റെത് എന്ത് ചെയ്യണം? ഡിസലൗഡ് ആണ്, ആഡ് ബാക്ക് ചെയ്യണം. GSTൻ്റെത് അലൗവബിൾ ആണ്. The company paid rupees
ഇതൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് കാണാണ്ട് വരുന്ന ആളാണ് ഇപ്പം മേലോട്ട് നോക്കിയിരിക്കുന്നുണ്ടാവും. ഓക്കെ, ദ കമ്പനി പെയ്ഡ് ₹10,000 ടു നാഷണൽ ലബോറട്ടറി ഫോർ സയൻറ്റിഫിക് റിസർച്ച്. 100% അലൗബിൾ അല്ലേ. 20,000 to university, yes, 100% allowable. And ₹5,000 for the construction of local church. ഇത് allowable? No, ഇത് allowable അല്ല. ഇത് രണ്ടും allowable ആണ്. But not debited to P&L account. P&L അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തിട്ടേ ഇല്ല. അപ്പോൾ ഇതെന്താ സാധനം? ഇത് രണ്ടും ഓക്കെ ആണ്, ഇത് രണ്ടും ഡെബിറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ എന്താ ഇവിടെ ശ്രദ്ധിച്ചോ. അപ്പോൾ ഇത് സെയിം കാറ്റഗറി, അലൗബിൾ എക്സ്പെൻസ് നോട്ട് ഡെബിറ്റഡ് ടു P&L അക്കൗണ്ട്. ദി അലൗബിൾ എക്സ്പെൻസ് നോട്ട് ഡെബിറ്റഡ് ടു P&L അക്കൗണ്ട്. ഇതും അലൗബിൾ ആണ്, ഇതും അലൗഡ് ആണ്, അല്ല 100% അലൗഡ് ആണ്. ബട്ട് എന്ത് ചെയ്തിട്ടില്ല പോലും, P&L അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് രണ്ടും തിരിച്ചെന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. ബിക്കോസ് അലൗബിൾ എക്സ്പെൻസ് നോട്ട് ഡെബിറ്റഡ് ടു P&L അക്കൗണ്ട്. അപ്പം ഇതും നമ്മളിവിടുന്ന് ലെസ് ചെയ്യണം. അടുത്തത് ഈ 50,000 ലോക്കൽ ചർച്ചിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തതാണ്. ഇത് അലൗഡ് ഒന്നുമല്ല. അലൗബിൾ എക്സ്പെൻസ് ആണോ? അല്ല. ഓൾറെഡി ഡെബിറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഓൾറെഡി ഡെബിറ്റ് ചെയ്തിട്ടുണ്ടോ? അപ്പോൾ ഡിസലൗഡ് എക്സ്പെൻസ് ഓൾറെഡി ഡെബിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണ്ടൂ. വെറുതെ ഇങ്ങനെ ഇൻഫർമേഷനിൽ തന്നാൽ ഇതൊന്നും ചെയ്യേണ്ട കാര്യം ഇല്ല കേട്ടോ. ഇതൊന്നും ചെയ്യേണ്ട, ബിക്കോസ് ഇതിൻ്റെ ഇഫക്റ്റ് എവിടെ വന്നിട്ടില്ല? നമ്മുടെ പ്രോഫിറ്റിൽ വന്നിട്ടില്ല. ഇത് ഡെബിറ്റ് ചെയ്തു എന്ന് പറയുവാണെങ്കിൽ തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. അപ്പോൾ ഡിസലൗഡ് എക്സ്പെൻസ് ഓൾറെഡി ഡെബിറ്റഡ് P&L അക്കൗണ്ട്, നെറ്റ് പ്രോഫിറ്റിന് ഇഫക്റ്റ് വന്നാൽ മാത്രമേ തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണ്ടൂ. അല്ലെങ്കിൽ ഡിസലൗഡ് എക്സ്പെൻസ് വെറുതെ പ്രോഫിറ്റിന് ഇഫക്റ്റ് ഒന്നും ആവാണ്ടുള്ള ഡിസലൗഡ് എക്സ്പെൻസ് ആണെങ്കിൽ നമ്മൾ ഒന്നും ചെയ്യേണ്ട കാര്യം ഇല്ല. കമ്പനി ഈസ് എലിജിബിൾ ഫോർ ഡിപ്രിസിയേഷൻ അലവൻസ് 70,000, ബട്ട് 60,000 മാത്രമേ ഡെബിറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എക്സസ് അല്ല, അപ്പോൾ ലെസ് ചെയ്യണം. എക്സസ് ആണെങ്കിൽ ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ 30,000 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലെസ് ചെയ്യാൻ പറ്റും. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം ഈ സാധനം എടുത്തെഴുതണം, 3 lakh. ഓക്കെ, ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ എഴുതുമ്പോൾ കറക്റ്റായിട്ട് ഹെഡിങ് കൊടുക്കുക. കമ്പ്യൂട്ടേഷൻ ഇൻകം ഫ്രം ബിസിനസ് ലിമിറ്റഡ് ഓഫ് അലാല ലിമിറ്റഡ് ഫോർ ദ അസസ്മെൻറ്റ് ഇയർ, അതൊക്കെ നിങ്ങൾ എഴുതുക. സോ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ ഈ നെറ്റ് പ്രോഫിറ്റ് എടുത്ത് ഇവിടെ എഴുതി. നെറ്റ് പ്രോഫിറ്റ് 3 lakh. പിന്നെ ഇത് രണ്ടാമത് വരുന്നത് ഡീവാലുവേഷൻ ആണ്. ഞാനിവിടെ എഴുതിയിട്ടുണ്ട് ആഡ് ബാക്ക് ചെയ്യണമെന്ന്. സോ ഞാനത് തിരിച്ച് ആഡ് ബാക്ക് ചെയ്തു. നൗ ദിസ് വൺ അലൗബിൾ ആണ്. അടുത്തത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഡെബിറ്റഡ് ടു P&L അക്കൗണ്ട് എന്നാണെങ്കിൽ ഒന്നും ചെയ്യേണ്ടതിനും. ബട്ട് ഇവിടെ വേറെ എവിടെയോ കൊണ്ടുപോയിട്ട് ഡെബിറ്റ് ചെയ്തതുകൊണ്ട് അത് തിരിച്ച് നമ്മൾ P&L അക്കൗണ്ട് കാണിച്ചു. അപ്പോൾ ഇത് എവിടെയോ വരിക? അലൗബിൾ എക്സ്പെൻസ് നോട്ട് ഡെബിറ്റഡ് ഇൻ P&L അക്കൗണ്ട്. സോ ലെസ് ചെയ്തു. അടുത്തത് ഓക്കെ, ട്രാവലിംഗ് എക്സ്പെൻസ്. ഈ പുതിയതിന് ട്രാവൽ ചെയ്തത് അലൗഡ് അല്ല, ആഡ് ബാക്ക് ചെയ്യണം. സോ ഞാനത് ഇവിടെ ആഡ് ബാക്ക് ചെയ്തു. അടുത്തത് GST ഓക്കെ ആണ്, ബട്ട് അഡ്വാൻസ് ടാക്സ് അലൗബിൾ അല്ല, ഡിസലൗഡ് ആണ്. സോ അഡ്വാൻസ് ടാക്സ് ഞാനിവിടെ ആഡ് ബാക്ക് ചെയ്തു. പിന്നെ ഈ രണ്ടെണ്ണം P&L അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തിട്ടില്ല, ഇതും. അപ്പോൾ ഇത് അലൗബിൾ എക്സ്പെൻസ് നോട്ട് ഡെബിറ്റഡ് ആണ്. ഇത് രണ്ടും ഞാൻ ലെസ് ചെയ്തു. ഓക്കെ, ഇത് ഞാൻ എടുക്കൂല, ബിക്കോസ് ഇത് ഡിസലൗഡ് എക്സ്പെൻസ് ആണ്. ഇത് ഡെബിറ്റും ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല. ഓക്കെ, ഡിസലൗഡ് എക്സ്പെൻസ് ഡെബിറ്റ് ചെയ്താലാണ് ഞാൻ എടുക്കുക. കമ്പനി ഈസ് എലിജിബിൾ ഫോർ ഡിപ്രിസിയേഷൻ അലവൻസ് 7 lakh. ഓക്കെ, ഈ 30,000 ഞാൻ ലെസ് ചെയ്യണം. അതും ലെസ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ നിങ്ങൾക്ക് 2 lakh കിട്ടും. 2 lakh ഇവിടെ ആഡ് ചെയ്യുക. അപ്പോൾ 5 lakh കിട്ടും. 5 lakh 1,60,000 അല്ലേ വരാം. 5 lakh 1,60,000 മൈനസ് ചെയ്യുക. ഓക്കെ, 3,40,000 ഇവിടെ കാണാം ഇതിൻ്റെ സൊല്യൂഷൻ. ഓക്കെ, കൺഫ്യൂഷൻ അടിക്കരുത്. ഒന്നും കൂടെ ഒന്ന് മനസ്സിരുത്തി നോക്കിയതിന് ശേഷം അപ്പുറത്തെ പ്രോബ്ലത്തിലോട്ട് വന്നാൽ മതി. ഓക്കെ, അലൗ ചെയ്ത എക്സ്പെൻസ് ഡെബിറ്റ് ചെയ്യാത്തപ്പോൾ അല്ലേ, ശരിയാ, ഇത് അലൗഡ് ആണ്, നമുക്ക് ഡിഡക്ഷൻ കിട്ടും. സോ അത് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ ലെസ് ചെയ്യുന്നു. ഡിസലൗഡ് ആയിട്ടുള്ള സാധനങ്ങൾ വെറുതെ അവിടെ തരുവാണെങ്കിൽ എന്തിനാണ് ഞാൻ ലെസ് ചെയ്യുന്നത്? ഓൾറെഡി നെറ്റ് പ്രോഫിറ്റിൽ അത് കൂട്ടിയിട്ട് ഞാൻ എഴുതിയിട്ടുണ്ടോ? അല്ല, അത് എഴുതിയിട്ട് ഞാൻ എൻ്റെ പ്രോഫിറ്റ് കുറച്ചിട്ടുണ്ടോ? ഇല്ല. സോ അത് എടുക്കൂല. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളിവിടെ എഴുതി വെക്കുക. ഇവിടെ നമ്മൾ ഈ ഫോമാറ്റ് ഉണ്ടല്ലോ, എനിക്കറിയാം ചില കുട്ടികൾക്ക് ഭയങ്കര കൺഫ്യൂഷനാണ് ഈ സാധനം. ഇവിടെ എഴുതുക, നോട്ട് എന്ന് പറഞ്ഞിട്ട് എഴുതുക, ഡിസലൗഡ് എക്സ്പെൻഡിച്ചർ നോട്ട് ഡെബിറ്റഡ് ടു P&L അക്കൗണ്ട്, നോ ഇഫക്റ്റ്. ഒരു ഇഫക്റ്റും ഇല്ല, എടുക്കേണ്ട കാര്യമില്ല. ഓക്കെ, അടുത്തത് ഇല്ലുസ്ട്രേഷൻ നമ്പർ 17. Mr. Babulal prepared the following trading and P&L account for the year 31-30. Okay, year. Trading account തന്നിട്ടുണ്ട്.
ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്, പർച്ചേസ് ഉണ്ട്, വേജ് ഉണ്ട്, ഓഡിറ്റ് ഫീ ഉണ്ട്, ലോക്കൽ ടാക്സസ് ഉണ്ട്, ജനറൽ ഉണ്ട്. ഓക്കെ, ഇവിടെ പറഞ്ഞുകൊണ്ട് പോവാം. വേജസ് അലൗഡ് ആണ്. പർച്ചേസ് എന്താ ചെയ്യേണ്ടത്? സംശയം ഉണ്ടെങ്കിൽ നമുക്ക് തീർക്കാം. എനിവേ അതവിടെ വെച്ചോ, ഞാൻ തീർത്തുതരാം. വേജസ് ഓക്കെ അലൗഡ് ആണ്, ഓഡിറ്റ് ഫീ അലൗഡ് ആണ്, ലോക്കൽ ടാക്സ് നോ. ഹൗസ് പ്രോപ്പർട്ടിൻ്റെ ആവേണ്ട അലൗഡ് അല്ല. അപ്പോൾ ഇതെന്ത് ചെയ്യണം? തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. ജനറൽ ചാർജസ് അലൗഡ് ആണ്, കമ്മീഷൻ ഹൗസ് പ്രോപ്പർട്ടിൻ്റെ ആയതുകൊണ്ട് അലൗഡ് അല്ല, ഡിസ്അലൗഡ് ആണ്, തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. റിസർവ് അലൗഡ് അല്ല, ബാഡ് ഡെറ്റിൻ്റെ റിസർവ്. സോ ഇത് തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം, ഡിസ്അലൗഡ് ആണ്. ബാഡ് ഡെറ്റ് അലൗഡ് ആണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അല്ല, നോഷണൽ ആണിത്. ഇത് സോൾ ട്രേഡറാണ്, നോഷണൽ ആണ്. സോ ഇത് ആഡ് ബാക്ക് ചെയ്യണം. ട്രേഡ് എക്സ്പെൻസ് അലൗഡ് ആണ്, പ്രൊവിഷൻ അലൗഡ് അല്ല, തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. ഡിപ്രിസിയേഷൻ നോക്കാം, ഇവിടെ താഴെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇത് അലൗബിൾ ആണ്, ബട്ട് അത് ലിമിറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് നമ്മൾ ചെയ്യണം. നെറ്റ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. സെയിൽസ് അലൗഡ് ആണ്. ആക്ച്വലി ഇതൊക്കെ അലൗഡ് ആട്ടാ, സെയിൽസ്, ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസ്. ഓക്കെ, ഇങ്ങോട്ട് വരുമ്പോൾ അത് ഞാൻ ഒന്നും കൂടി പറയാം. ഇപ്പം മനസ്സിലാക്കും, ഇതെല്ലാം കമ്പനി റിലേറ്റഡ്, ബിസിനസ് റിലേറ്റഡ് അല്ലേ? ആണ്. സോ ഇതും ഒന്നും ചെയ്യണ്ട. ഓക്കെ, ഇതൊന്നും ചെയ്യേണ്ട, കുറച്ച് അങ്ങോട്ട് വരും. അപ്പോൾ നമുക്ക് പറയാം. മിസ്റ്റർ ബാബുലാൽ ഈസ് എ പാർട്ട് ടൈം എംപ്ലോയി ഓഫ് ദ കമ്പനി വിച്ച് ഗിവ്സ് ഹിം മന്ത്ലി പേ 5,000. പാർട്ട് ടൈം എംപ്ലോയിക്ക് മന്ത്ലി പേ കൊടുക്കുന്നുണ്ട് ഒരു 5,000. അടുത്തത് ഇത് ബാബുലാലിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇവിടെ നമ്മളെ സ്വന്തം ബാബുലാൽ എവിടെയോ പാർട്ട് ടൈം എംപ്ലോയി ആയിട്ട് പോയിട്ട് അയാൾക്ക് സാലറി കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇത് സാലറി റിലേറ്റഡ് ആയിട്ടുള്ള സംഭവം. ഇത് ബാബുലാലിന് കൊടുക്കുന്നത്. ഓക്കെ, എനിവേസ് ഈ ബാബുലാലാണ് നമ്മുടെ ആള്. അപ്പോൾ ബാബുലാൽ എവിടെയോ പാർട്ട് ടൈമിൽ കമ്പനിയിൽ ജോലിക്ക് പോയിട്ട് അയാൾക്ക് സാലറി കിട്ടുന്നുണ്ട്, DA കിട്ടുന്നുണ്ട്, ഫെസ്റ്റിവൽ അലവൻസ് കിട്ടുന്നുണ്ട് എന്നാ പറയുന്നത്. സോ ഇത്രയും സംഭവങ്ങൾ എന്തിനു വേണ്ടിയിട്ട് തന്നതാ? സാലറീൻ്റെ കാൽക്കുലേഷന് വേണ്ടിയിട്ട് തന്നതാണ്. ഓക്കെ, അടുത്തത് ദ എംപ്ലോയർ ഹാസ് ഗിവൺ ഹിം ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ എവിടെ എഴുതുക? സാലറിയിൽ എഴുതുക, ഇൻട്രസ്റ്റ് കൺസെഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, പിന്നെയോ ഡ്യൂറിങ് ദ ഇയർ ഇൻട്രസ്റ്റ് കൺസെഷൻ എൻജോയ്ഡ് by him is 18,500. Okay, he has taken a loan for the construction the let out property. ഇത് തന്നിരിക്കുന്നത് ഹൗസ് പ്രോപ്പർട്ടി റിലേറ്റഡ് ഡീറ്റെയിൽസ് ആണ്. സോ ഇത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കണം. ലോണിൻ്റെ എമൗണ്ട് ആണ് 1,50,000. സോ നമുക്ക് ഇൻട്രസ്റ്റിൻ്റെ കൺസെഷൻ മാത്രമേ സാലറിയിൽ തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണ്ടൂ. നിങ്ങളുടെ അടുത്ത് അതൊക്കെ പറഞ്ഞാണ്, ഒക്കെ റിവൈസ് ചെയ്ത് മര്യാദയ്ക്ക് പഠിച്ച കുട്ടികളാണെങ്കിൽ ചെയ്യാൻ പറ്റും. സോ ചെയ്യാം. ഞാനിവിടെ ഇത് മാത്രം എക്സ്പ്ലനേഷൻ പോകുന്നു. ഇത് ചെയ്യുമ്പോൾ നെറ്റ് പ്രോഫിറ്റ് ആദ്യം തിരിച്ചിവിടെ എടുത്തെഴുതണം 41,000. എന്നിട്ട് ആഡ് ബാക്ക് ചെയ്യേണ്ട ഐറ്റംസ് 1, 2, 3, 4, 5. ഈ 5 സാധനം തിരിച്ച് ഇതിൻ്റെ കൂടെ ആഡ് ബാക്ക് ചെയ്യുക. വേറെ ഐറ്റംസ് ഒന്നുമില്ല. സോ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്, ആ 5 സാധനം തിരിച്ചിവിടെ ആഡ് ബാക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബാക്കി ചെയ്യുക. സാലറിൻ്റെ കാൽക്കുലേഷനിൽ ഇവിടെ ഇൻട്രസ്റ്റ് ഫ്രീ കൺസെഷൻ കാണാം. ഓക്കെ, വേറെ ഒന്നുമില്ല. അതേപോലെ ഹൗസ് പ്രോപ്പർട്ടീൻ്റെ കാൽക്കുലേഷൻ ഇവിടെ കാണും. മൂന്നും കൂടെ ആഡ് ചെയ്താൽ യു വിൽ ഗെറ്റ് ദി ഗ്രോസ് ടോട്ടൽ ഇൻകം. Now illustration number 18. Dr. Rajan is a medical practitioner. He gives you the following summary of the cash book for the previous year 2021. ഇവിടെ റിസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടാണ് തന്നിട്ടുള്ളത്. റിസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് ക്യാഷ് ബുക്ക് ആണ് തന്നിട്ടുള്ളത്. ഇവിടെ സമ്മറി ഓഫ് ക്യാഷ് ബുക്കാണ് തന്നിട്ടുള്ളത്. ഇയാൾ പ്രൊഫഷനാണ്. അക്കൗണ്ടിങ് ഏത് വേലാന്ന് ഒന്നും പറയുന്നില്ല, ബട്ട് ക്യാഷ് ബുക്കാണ് തന്നിട്ടുള്ളത്. ക്യാഷ് ബുക്ക് തന്നാൽ ചെയ്യുന്ന രീതി മാറും, പറയാം. റിസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്, ബാലൻസ് ഓപ്പണിംഗ്, കൺസൾട്ടേഷൻ ഫീസ്. ബിസിനസ് അല്ലേ ഇത് ബിസിനസ് റിലേറ്റഡ് അല്ലേ കൺസെഷൻ ഫീ? ഞാൻ അതുകൊണ്ട് B എന്ന് എഴുതുവാണ് വെറുതെ. വിസിറ്റിംഗ് ഫീ, ഡോക്ടർ വിസിറ്റ് ചെയ്യുന്ന ഫീ ബിസിനസ് ഇൻകം ആണ്. ഗിഫ്റ്റ് ആൻഡ് പ്രസൻറ്റ്, ഇത് നമ്മൾ ചെയ്യണം. ഗിഫ്റ്റ് ആൻഡ് പ്രസൻറ്റ് ഞാൻ പറഞ്ഞ പേഷ്യൻസിൻ്റെ അടുത്ത്, ഇത് ഡോക്ടറല്ലേ, പേഷ്യൻസിൻ്റെ അടുത്ത് നിന്ന് വരുന്നത് ഡിസ്അലൗഡ് ആണ്. ബാക്കി ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്നുള്ളതാണെങ്കിൽ ഈ ഹെഡിൽ എഴുതരുത്, അവിടെ കൊണ്ട് എഴുതണം, അതർ സോഴ്സിൽ എഴുതണം. സോ ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. സെയിൽ ഓഫ് മെഡിസിൻ ബിസിനസ് റിലേറ്റഡ് ആണോ? അതെ. ഡിവിഡൻഡ് ഫ്രം UTI ബിസിനസ് റിലേറ്റഡ് ആണോ? അല്ല. അപ്പോൾ ഞാൻ NB എന്ന് എഴുതുവാണ്. നോട്ട് ഫ്രം P എന്നാടെ പ്രൊഫഷനാണ്. ഇയാൾ പ്രൊഫഷൻ അല്ലേ, ബിസിനസ് അല്ലല്ലോ, അപ്പം നോട്ട് പ്രൊഫഷൻ. ഇൻഷുറൻസ് മെച്യൂരിറ്റി സം അല്ല.
പ്രൊഫഷൻ റിലേറ്റഡ് ആണോ? അല്ല. ഡിവിഡൻഡ് പ്രൊഫഷൻ റിലേറ്റഡ് ആണോ? അല്ല. റെന്റ് ഓഫ് ദ ക്ലിനിക്, യാ പ്രൊഫഷൻ. പർച്ചേസ് ഓഫ് മെഡിസിൻ, പ്രൊഫഷൻ. സ്റ്റാഫ് സാലറി, പ്രൊഫഷൻ. സർജിക്കൽ എക്യുപ്മെൻറ്റ്, ഒരു അസറ്റ് പർച്ചേസ് ചെയ്തതാണ്, ഇത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. സർജിക്കൽ എക്യുപ്മെൻറ്റ് ഏതിലാണ് വരും? ആ പ്ലാന്റ് ആൻഡ് മെഷീനറിയിൽ വരും. സർജിക്കൽ എക്യുപ്മെൻറ്റ് ഡിപ്രിസിയേഷൻ്റെ റേറ്റ് 40%. സോ ഡിപ്രിസിയേഷൻ അലൗബിളും ആണ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അലൗബിൾ അല്ല. ഈ വാങ്ങിച്ച ഈ 4 ലക്ഷം അലൗബിൾ അല്ല, ബട്ട് ഡിപ്രിസിയേഷൻ എന്ത് കിട്ടും? അലൗബിൾ ആണ്. സോ ഡിപ്രിസിയേഷൻ ഒന്നും പറഞ്ഞു അതിനുള്ളോട് റേറ്റ് പറഞ്ഞു നേടാം ഇല്ല. അപ്പം നിങ്ങൾ പ്ലാന്റ് ആൻഡ് മെഷീനറിയിലല്ലേ സർജിക്കൽ എക്യുപ്മെൻറ്റ് വരിക? അല്ല, 15% യാ സർജിക്കൽ എക്യുപ്മെൻറ്റ് 15%. പ്ലാന്റ് ആൻഡ് മെഷീനറിയിലല്ലേ വരുന്നത്? യാ 15 ആണ്, പറഞ്ഞ തെറ്റിയതാ. 15% എടുത്ത് നോക്കിയാൽ മതി. 15% വരും. അടുത്തതൊന്നും പറയാത്ത സ്ഥലത്തായിരിക്കും വരിക സർജിക്കൽ എക്യുപ്മെൻറ്റ്. എനിവേ കൺഫ്യൂഷൻ വേണ്ട, നമുക്ക് നോക്കാം. ഇതിനകത്ത് സർജിക്കൽ എക്യുപ്മെൻറ്റ് ഇല്ല. ഇതായിരുന്നു 40. ഓക്കെ. സോ എന്നും പറയാത്തതിന് എത്ര പെർസെൻറ്റേജ് എടുക്കാനാണ് പറഞ്ഞത്? 15%. അതുകൊണ്ട് ഇതിന് 15%. ഓക്കെ. അടുത്തത് മോട്ടോർ കാർ എക്സ്പെൻസ്. മോട്ടോർ കാർ റിലേറ്റ് ചെയ്ത എക്സ്പെൻസ്. മോട്ടോർ കാർ എക്സ്പെൻസ് അലൗബിൾ ആയിരിക്കും ഇഫ് അത് പ്രൊഫഷന് വേണ്ടിയാണ് ഉപയോഗിച്ചതെങ്കിൽ അലൗബിൾ ആയിരിക്കും. അല്ലാത്ത കേസിൽ ഇത് അലൗബിൾ അല്ല. ഓക്കെ. പർച്ചേസ് ഓഫ് കാർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്, ബട്ട് ഇതിനും എന്ത് കിട്ടും? ഡിപ്രിസിയേഷൻ കിട്ടും. ബട്ട് ഇത് അലൗഡ് അല്ല. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. ഹൗസ് ഹോൾഡ് എക്സ്പെൻസ്, വീട്ടാവശ്യം, നോട്ട് ഫോർ പ്രൊഫഷൻ, അപ്പോൾ അലൗഡ് അല്ല. ബാലൻസ് ഇങ്ങനെ. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങളിവിടെ എഴുതിയല്ല, എഴുതി. ഇനി ഞാൻ ഇതിൻ്റെ താഴത്തതും കൂടെ വായിക്കട്ടെ. 50% ഓഫ് ദ മോട്ടോർ എക്സ്പെൻസ് പ്രൊഫഷനാണ്. അപ്പം ഇതിൻ്റെ പകുതി പ്രൊഫഷനാണ്. മോട്ടോർ കാർ എക്സ്പെൻസിൻ്റെ പകുതി 40,000. 80,000-ൽ 40,000 പ്രൊഫഷനാണ്, ബാക്കി 40,000 നോട്ട് പ്രൊഫഷനാണ്. ഓക്കെ. കാർ പർച്ചേസ് ചെയ്ത ഡേറ്റ് തന്നെ, പർച്ചേസ് ചെയ്ത ഡേറ്റ് ഡിപ്രിസിയേഷൻ കാണുമ്പം 180 ഡേയ്സിൻ്റെ കാൽക്കുലേഷന് വേണ്ടി മാത്രം യൂസ് ചെയ്യണം. ഹൗസ് ഹോൾഡ് എക്സ്പെൻസ് ഇൻക്ലൂഡ് 6,800 ഇൻഷുറൻസ് പ്രീമിയം. ഇൻഷുറൻസ് പ്രീമിയം അടച്ചാൽ നമുക്ക് എന്തൊന്നുമില്ല, അത് ബിസിനസ് ഇൻകം ഒന്നുമല്ല, അതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഗിഫ്റ്റ് ആൻഡ് പ്രസൻറ്റ് 30,000 ഫ്രം ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്. ഗിഫ്റ്റ് എത്രയുണ്ട്? 80,000. 80,000-ൽ 30,000 ആരുടെ അടുത്ത് നിന്ന് കിട്ടിയതാ? ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്ന്. ഇത് ഇൻകം ഫ്രം അതർ സോഴ്സിലാണ് എഴുതേണ്ടത്, ഇവിടെ കാണിക്കാൻ പാടില്ല. അപ്പോൾ ബാക്കി 50,000 ആയിരിക്കും എവിടെ നിന്ന് കിട്ടിയത്? ഈ പ്രൊഫഷൻ റിലേറ്റഡ് ആയിട്ട് 50,000 ഇത് പ്രൊഫഷൻ റിലേറ്റഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. സോ ഇത് നമുക്ക് പ്രൊഫഷണൽ നിന്ന് വരുന്ന ഇൻകം ആയിട്ട് തന്നെ ഇതും ട്രീറ്റ് ചെയ്യാം. ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് മെഡിസിൻ ഇത്ര, ഓപ്പണിംഗ് സ്റ്റോക്ക് 40,000. ഓക്കെ. സോ പർച്ചേസ് ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടെ പർച്ചേസ് ഓഫ് മെഡിസിൻ ഉണ്ട്, ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് മെഡിസിൻ ഉണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് മെഡിസിൻ ഉണ്ട്. ഓർമ്മിക്കണം. ഡിപ്രിസിയേഷൻ ഓഫ് കാർ ഇവിടെ തന്നിട്ടുണ്ട്. റേറ്റ് കാറിൻ്റെ സർജിക്കൽ എക്യുപ്മെൻറ്റ് 15% ആണ്. തന്നിട്ടില്ലെങ്കിലും നിങ്ങൾ ആ ചാർട്ട് വെച്ചിട്ട് നിങ്ങൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ കാര്യങ്ങൾ. ഇവിടെ എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട പോയിന്റ്, ഇവിടെ തന്നിരിക്കുന്നത് ക്യാഷ് ബുക്കാണ്. ഇവിടെ തന്നിരിക്കുന്നത് ക്യാഷ് ബുക്ക് ആണെങ്കിൽ നമ്മുടെ ആൻസറിൻ്റെ പാറ്റേണിൽ മാറ്റം വരും. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ അല്ല ചെയ്യുക. നമ്മൾ ഇവിടെ നമുക്ക് ഇവിടെ ക്രോസിംഗ് നെറ്റ് പ്രോഫിറ്റ് എവിടെ പറയൂ? ഇത് ക്യാഷിൻ്റെ ഓപ്പണിംഗ്, ക്യാഷിൻ്റെ ക്ലോസിംഗ് ആ തന്നെ. നെറ്റ് പ്രോഫിറ്റ് തന്നിട്ടുണ്ടോ? ഇല്ല. ഇങ്ങനെയുള്ള കേസസിൽ ആദ്യം നിങ്ങൾ ഹെഡിങ് എഴുതുക. എന്നിട്ട് നിങ്ങൾ ഇത് പ്രൊഫഷനല്ലേ, ഇത് പ്രൊഫഷൻ്റെ ആളെയല്ലേ തന്നെ, അതുകൊണ്ട് ഇവിടെ എഴുതുക പ്രൊഫഷണൽ ഇൻകം എന്ന് എഴുതുക, റിസീറ്റ് എന്ന് എഴുതുക, ഇൻകം തന്നെ. ഓക്കെ. ഇവിടെ എഴുതുക, കുറച്ച് സ്ഥലം വേണ്ട വരും തോന്നല്ലേ, പ്രൊഫഷണൽ എക്സ്പെൻസസ് എന്ന് എഴുതുക. ഓക്കെ. ഏത് സമയത്ത് എങ്ങനെ ചെയ്യടാ? ക്യാഷ് ബുക്ക് തരുമ്പോൾ നെറ്റ് പ്രോഫിറ്റ് ഇല്ലാണ്ടിരിക്കുന്ന സമയത്ത്. ഓക്കെ. പ്രൊഫഷണൽ റിസീറ്റിൽ ഇതിൽ വരുന്ന പ്രൊഫഷണൽ റിസീറ്റ്സ് മാത്രം എടുക്കുക. അപ്പം കൺസൾട്ടേഷൻ ഫീസ്, വിസിറ്റിംഗ് ഫീസ്, ഗിഫ്റ്റ് എത്ര ഭാഗം? ഗിഫ്റ്റിൽ 50,000 മാത്രം പേഷ്യൻറ്റിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയത്. ഗിഫ്റ്റ്, സെയിൽ ഓഫ് മെഡിസിൻ, ഇതൊന്നും പ്രൊഫഷണൽ അല്ല. അപ്പം 4,20,000, 6,00,000, 4,50,000. സോ ഇത്രയും സാധനങ്ങളാണ് നിങ്ങളുടെ ബിസിനസ് എന്നുള്ള റിസീറ്റ്. ഇനി ബിസിനസ് റിലേറ്റഡ് പേയ്മെൻറ്റ് നോക്കാം.
പേയ്മെൻറ്റിൽ 1 ഇസ് റെൻറ്റ്. അപ്പോൾ ഞാനിവിടെ റെൻറ്റ് എന്ന് എഴുതും. അടുത്തതോ പർച്ചേസ് ഓഫ് മെഡിസിൻ. അത് ഞാൻ പറയാം മെഡിസിൻ്റെ കാര്യം. അടുത്തത് സ്റ്റാഫ് സാലറി. അതെ, സ്റ്റാഫ് സാലറി പ്രൊഫഷൻ റിലേറ്റഡ് എക്സ്പെൻസ് ആണ്. സർജിക്കൽ എക്യുപ്മെൻറ്റിൻ്റെ ഡിപ്രിസിയേഷൻ മാത്രം, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കിട്ടൂല. അപ്പോൾ ഡിപ്രിസിയേഷൻ ഓഫ് സർജിക്കൽ എക്യുപ്മെൻ്റ് എന്ന് എഴുതി. മോട്ടോർ കാർ എക്സ്പെൻസ് പ്രൊഫഷനുള്ള മാത്രം. അപ്പോൾ പ്രൊഫഷൻ ഉപയോഗിക്കുന്നത് 40,000. അപ്പോൾ ആ 40,000 മാത്രം കിട്ടും. പർച്ചേസ് ഓഫ് കാർ കിട്ടൂല, ബട്ട് കാറിനും എന്ത് കിട്ടും? ഡിപ്രിസിയേഷൻ ഓഫ് കാർ കിട്ടും. അടുത്തതോ ഹൗസ് ഹോൾഡ് എക്സ്പെൻസ് നോ. ഓക്കെ, ഇത്രയും സാധനങ്ങൾ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ റെൻറ്റിൻ്റെ എമൗണ്ട് എഴുതട്ടെ. 1,80,000, സ്റ്റാഫ് സാലറി 2,80,000. ഓക്കെ, സോ എന്നിവിടെ ശ്രദ്ധിച്ചോ, ഞാൻ സർജിക്കൽ എക്യുപ്മെൻറ്റിൻ്റെ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ഡിപ്രിസിയേഷന് ഇവിടെ 4 lakh ആണ് സർജിക്കൽ എക്യുപ്മെൻറ്റിൻ്റെ വാല്യൂ. 4 lakhൻ്റെ 15% ചെയ്യണം. 182 ഡേയ്സിൽ കൂടുതലാണെങ്കിൽ ഈ ഡിപ്രിസിയേഷൻ്റെ റേറ്റ് എന്താവും? നേരെ പകുതി ആക്കണം. സോ ഞാൻ നോക്കട്ടെ, അത് എവിടെ സർജിക്കൽ എക്യുപ്മെൻറ്റ് വാങ്ങിച്ച ഡേറ്റ് ഒന്നും തന്നിട്ടില്ല. സർജിക്കൽ എക്യുപ്മെൻറ്റ് വാങ്ങിച്ച ഡേറ്റ് ഒന്നും തന്നിട്ടില്ല. അപ്പോൾ 4 lakhൻ്റെ 15% തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 60,000 നമുക്ക് ഡിപ്രിസിയേഷനായിട്ട് ഇവിടെ കാണിക്കാൻ പറ്റും. ഓക്കെ, ഇവിടെ ഞാൻ ബിസിനസ് റിലേറ്റ് ചെയ്ത സാധനമാണ് ഇങ്ങോട്ട് എടുത്തത്. ഞാൻ ഡിസലൗഡ് ചെയ്ത ഒന്നും എടുത്തിട്ടില്ല. ഇത് ഏതാ കേസ്? ക്യാഷ് ബുക്ക് തരുമ്പോൾ. ക്ലിയർ? ഓക്കെ, ഇനി എനിക്ക് കാറിൻ്റെ ഡിപ്രിസിയേഷൻ കാണണം. അപ്പോൾ കാറിൻ്റെ വില ഞാൻ എടുത്ത്. സോ കാറിൻ്റെ വില 10 lakh. സോ 10 lakhൻ്റെ 15% ആണ് ഞാൻ കാണേണ്ടത്. ബട്ട് കാറ് പകുതി മാത്രമേ പ്രൊഫഷണലിന് ഉപയോഗിക്കുന്നുള്ളൂ എന്നും പറയുന്നുണ്ട്. അപ്പോൾ കാറ് പകുതി മാത്രം. അപ്പോൾ കാറിൻ്റെ പകുതി കാണാം. ഇതിനെ ഹാഫ് ആക്കുക. അപ്പോൾ 10 lakhൻ്റെ കാറിൽ 5 lakh എടുക്കുക, അല്ലെങ്കിൽ ഫുൾ കണ്ടിട്ട് നമുക്ക് പകുതിയാക്കാം. സോ ഞാനിവിടെ ഫുൾ കാണുവാണ്. അപ്പോൾ 1 lakhൻ്റെ 15% കാണണം. ബട്ട് ഇവിടെ ഡേറ്റ് തന്നിട്ടുണ്ട് December 2020. അപ്പോൾ ഇവിടെ നിങ്ങൾ കൗണ്ട് ചെയ്താൽ ഇത് 180 ഡേയ്സിൽ കുറവായിരിക്കും യൂസ് ചെയ്തത്. അപ്പോൾ 15 ആണോ? അല്ല. എത്ര? 7.5%. അതൊക്കെ ഇവിടെ എഴുതി വെക്കണം. കാർ യൂസ് ഫോർ ലെസ് ദാൻ 180 days. സോ ഡിപ്രിസിയേഷൻ റേറ്റ് ഇസ് 50%. അപ്പോൾ ഹാഫ് ഓഫ് 15%. സോ ഇത് വരും. ഇപ്പോൾ 1 lakhൻ്റെ 7.5% എന്ന് പറഞ്ഞാൽ 75,000 വരും അല്ലേടാ. 75,000 വരും. ഇതിൻ്റെ പകുതിയാണ് എന്തിനു ഉപയോഗിക്കുന്നത്? പ്രൊഫഷൻ. അപ്പോൾ 75ൻ്റെ പകുതി 375 അല്ലടാ, 37,500 മാത്രമാണ് ഡിപ്രിസിയേഷൻ. ഓക്കെ അല്ലേ? സോ അതും ഞാനിവിടെ എഴുതി. ഓക്കെ, ഇനി എന്തെങ്കിലും വരുന്നുണ്ടോ? ഇനി അവിടെ പർച്ചേസ്, ക്ലോസിംഗ് സ്റ്റോക്ക്, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനത്തെ മോഡലിൽ തരുമ്പോൾ ക്യാഷ് ബുക്ക് തരുവാണെങ്കിൽ ഈ പർച്ചേസ്, ഓപ്പണിംഗ് സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്ക് ഇതൊക്കെ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള സാധനമാണ്. നമ്മൾ ഇതിന് തൊട്ട് മുന്നേ ചെയ്ത കണക്കില്ലേ, ഇവിടെ നമ്മൾ ചെയ്തപ്പോൾ ഇത് നമ്മൾ എടുക്കാണ്ടിരുന്നത്, ഇവിടെ നമ്മൾ ബിസിനസ് ആയിട്ടുള്ള റിലേറ്റ് ചെയ്തതല്ല എടുക്കൽ. ഇതിൽ നിന്ന് ഇല്ലാത്ത സാധനം എടുത്തിട്ട് ലെസ്സും ആഡും അല്ലേ ചെയ്യല് അല്ലേ? ബട്ട് ഇവിടെ ബിസിനസ് എന്നുള്ള സംഭവമാണ് എടുക്കേണ്ടത്. ബിക്കോസ് ഇത് തന്നിരിക്കുന്നത് ക്യാഷ് ബുക്ക്. അപ്പോൾ പ്രൊഫഷണൽ റിസീറ്റും പ്രൊഫഷണൽ എക്സ്പെൻസും എടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ ഇവിടെ നമ്മൾ പർച്ചേസ് പ്ലസ് ഓപ്പണിംഗ് സ്റ്റോക്ക് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്, ആ എഫക്റ്റ് വരുന്ന സാധനം വേണം ഇവിടെ എടുക്കാൻ. അപ്പോൾ ഇവിടെ പർച്ചേസ് എന്ന് പറയുന്നത് 3,80,000. അപ്പം 3,80,000 കൂടി ഓപ്പണിംഗ് സ്റ്റോക്ക് ആഡ് ചെയ്യുക. ഓപ്പണിംഗ് സ്റ്റോക്ക് 40,000 ആഡ് ചെയ്യുക. അതിൽ നിന്ന് ക്ലോസിംഗ് സ്റ്റോക്ക് 1,20,000 മൈനസ് ചെയ്താൽ നിങ്ങൾക്ക് 3 lakh കിട്ടും. ആ 3 lakh വേണം ഇവിടെ മെഡിസിൻ യൂസ്ഡ് എന്ന് പറഞ്ഞിട്ട് എഴുതാൻ. മെഡിസിൻ യൂസ്ഡ്. ഓക്കെ, സോ പർച്ചേസ് പ്ലസ് ഓപ്പണിംഗ് സ്റ്റോക്ക് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഓക്കെ, സോ ആ 3 lakh ഇവിടെ കാണിക്കണം. ആ 3 lakh കൂടെ കാണിക്കണം. യൂസ് ചെയ്ത സാധനം. ഓക്കെ, എൻ്റെ കയ്യിൽ ഇത്ര ഉണ്ടായിരുന്നു, ഇത്ര പർച്ചേസ് ചെയ്തു, ഇപ്പം എൻ്റെ കയ്യിൽ ഇത്ര ബാക്കിയുണ്ട്, അപ്പം ഞാൻ ഇത്ര മെഡിസിൻ യൂസ് ചെയ്തു. സോ അത്രയും കൂടെ ഇവിടെ കാണിക്കണം. ഓക്കെ, എന്നിട്ട് ഇത് ആഡ് ചെയ്യുക. ഈ ഒരു ഭാഗം ആഡ് ചെയ്യുക, ഈ ഒരു ഭാഗം ആഡ് ചെയ്യുക. ഇതിൽ നിന്ന് ഇത് ലെസ് ചെയ്താൽ യു വിൽ ഗെറ്റ് ഇൻകം ഫ്രം പ്രൊഫഷൻ. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ ഒന്നും കൂടെ ചെയ്യുക. ഇത് ക്യാഷ് ബുക്കാണ് തന്നിരിക്കുന്നത്. ആ സമയത്ത്
ഇവിടെ പ്രൊഫഷൻ റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുമെങ്കിൽ അതെടുത്തിട്ട് ഇങ്ങോട്ട് എഴുതുക, അത്രയേ ഉള്ളൂ. ഇവിടെ നിങ്ങൾക്ക് കണ്ടപ്പോൾ പി എന്ന് എഴുതാൻ പറ്റിയില്ലേ, പ്രൊഫഷനാണ്. സോ ആ പ്രൊഫഷൻ എന്നുള്ള സാധനം ഞാൻ ഇങ്ങോട്ടൊക്കെ എഴുതിയെന്ന് മാത്രം. അപ്പോൾ ഇങ്ങനെ കേസ് വരുമ്പം ഇവിടെ പർച്ചേസ്, ക്ലോസിംഗ് സ്റ്റോക്ക്, ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ എഫക്റ്റും കൂടെ കാണിക്കണം. ഓക്കെ, ബിക്കോസ് അത് പ്രൊഫഷൻ റിലേറ്റഡ്, അല്ലെങ്കിൽ ബിസിനസ് ആണെങ്കിൽ ബിസിനസ് റിലേറ്റഡ് ആണ്. ഡിപ്രിസിയേഷനൊക്കെ വരുമ്പം നമ്മൾ പണ്ട് ചെയ്ത പോലെ നോക്കണം. Now illustration number 19. From the following, P&L account of Mrs. Divya Jain, a certain taxable profit. സാലറി, ജനറൽ എക്സ്പെൻസ്. അപ്പോൾ ഇവിടെ P&L അക്കൗണ്ടാണ് തന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്നും ചെയ്യണ്ട, സാലറി ചെയ്യണ്ട. ബാഡ് ഡെറ്റ് റിസർവ് തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. ഇൻകം ടാക്സ് തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. ഗിഫ്റ്റ് ആൻഡ് പ്രസൻറ്റ് തിരിച്ച് ആഡ് ബാക്ക് നോക്കാം. ഗിഫ്റ്റ് ആൻഡ് ഇത് പ്രൊഫഷനാണോ? ഇതേതോ പ്രൊഫഷൻ്റെ സംഭവമാണ് പറയുന്നത്. അപ്പോൾ ഇത് ഗിഫ്റ്റ് ആൻഡ് ടാക്സ് ഇവിടെ താഴെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവോ നോക്കാം, എന്നിട്ട് ചെയ്യാം. ഓക്കെ, ഒന്നും പറയുന്നില്ലെങ്കിൽ ഇത് മുഴുവനായിട്ട് തിരിച്ച് ആഡ് ബാക്ക് ചെയ്യേണ്ട സാധനമാണ്. തിരിച്ച് ഗിഫ്റ്റ് ആൻഡ് പ്രസൻറ്റ് അലൗഡൊന്നുമല്ല തിരിച്ച്. അതായത് മീൻസ് എവിടെ നിന്നാണ് കിട്ടിയതെന്നൊന്നും പറയുന്നില്ലെങ്കിൽ ലെറ്റ്സ് സീ, അങ്ങോട്ട് നോക്കാം. ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം അലൗഡ് അല്ല, ആഡ് ബാക്ക് ചെയ്യണം. ഫയർ ഇൻഷുറൻസ് പ്രീമിയം ഷോപ്പിൻ്റെതാണ്, സോ അലൗഡ് ആണ്. കമ്മീഷൻ പെയ്ഡ് അലൗഡ് ആണ്, ബട്ട് P&L അക്കൗണ്ട് ഒന്നും അല്ലല്ലോ. ഇവിടെ പെയ്ഡ് ഇൻ ക്യാഷ് എന്നാണെങ്കിൽ ഇത് അലൗഡ് അല്ലേ. ഇവിടെ 15,000 ഉണ്ട്, ബട്ട് ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല. താഴോട്ട് എന്തെങ്കിലും പറയുവാണെങ്കിൽ ആ സമയത്ത് നോക്കാം. ഇവിടെ പെയ്ഡ് എന്ന് മാത്രമാണ്, പെയ്ഡാണ്. സോ ക്യാഷ് ആണോ ബാങ്ക് ആണോ നമുക്കറിയില്ല. ഓഡിറ്റ് ഫീ അലൗഡ് ആണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അലൗഡ് അല്ല, നോഷണൽ ആണ്. സോ തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. ഡിസ്കൗണ്ട് അലൗഡ് ആണ്. ട്രേഡ് എക്സ്പെൻസ് അലൗഡ് ആണ്. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. റിസീറ്റ് അലൗഡ് ആണ്. കമ്മീഷൻ ഏൺഡ് അലൗഡ് ആണ്. ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് നോ. ഇത് റിലേറ്റഡ് ടു ബിസിനസ് ആണോ? അല്ല. സോ ഇത് ഇൻകം ആണ്. ഇത് തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. ഇത് തിരിച്ച് ലെസ് ചെയ്യണം. ഇതെന്താ സാധനം? അതായത് ബിസിനസ് ഇൻകം അല്ല. അപ്പം ഏതോ ഒരു ഇൻകം ക്രെഡിറ്റഡ് ടു P&L അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്, ബട്ട് എവിടത്തെയല്ല ഇത്. ബട്ട് ഇറ്റ് ഇസ് നോട്ട് ഫ്രം PGBP. ഇത് PGBPയിലല്ല, ഇത് ഇൻകം ഫ്രം അതർ സോഴ്സ് ആണ്. സോ ഇവിടെ നോക്കാതെ ഏതാ സാധനം. ബട്ട് നോട്ട് ചാർജബിൾ അണ്ടർ ഓൾറെഡി ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്, ചാർജ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യണം? സംഭവം ലെസ് ചെയ്യണം. ഇവിടുന്നത് ഈ ഒരു ഐറ്റം ലെസ് ചെയ്യണം. ഡിവിഡൻഡ് ഫ്രം ഇന്ത്യൻ കമ്പനി, ഇതും അങ്ങനെ തന്നെ. ഇൻകം ക്രെഡിറ്റഡ് ടു P&L അക്കൗണ്ട്, ബട്ട് ഇത് PGBPയിലല്ല, അതർ സോഴ്സിൽ. അപ്പോൾ ഇത് രണ്ടും ലെസ് ചെയ്യണം. ഓക്കെ, ഡിപ്രിസിയേഷൻ എലിജിബിൾ ആയിട്ടുള്ളത് 6,500. സോ ഇതിൽ വന്നിട്ടുണ്ടോ ഡിപ്രിസിയേഷൻ? ഇല്ല. അപ്പോൾ ഇതെന്താ സാധനം? ഒരു സംഭവം അലൗബിൾ ആണ്, ബട്ട് ഏടെ വന്നിട്ടില്ല, P&L അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. ലെസ് ചെയ്യണം. 6,500. ജനറൽ എക്സ്പെൻസിൽ 4,000 കോസ്റ്റ് ഓഫ് ടേബിൾ പർച്ചേസ്ഡ് ആണ്. അപ്പോൾ ജനറൽ എക്സ്പെൻസ് ഇവിടെ ഇപ്പോൾ 12,550 ജനറൽ എക്സ്പെൻസിൽ 4,000 ടേബിൾ വാങ്ങിച്ച പൈസയാണ്. സോ ടേബിൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. സോ ഇതിനെ തിരിച്ച് എന്ത് ചെയ്യണം? ആഡ് ബാക്ക് ചെയ്യണം. ബിക്കോസ് ഓൾറെഡി ഇതിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? അത്ര കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം ഈ 4,000. കമ്മീഷൻ വാസ് പെയ്ഡ് ഇൻ ക്യാഷ്. സോ ക്യാഷ് ആയിട്ടാണ് തന്ന്. അപ്പോൾ എന്താണ്? ഇത് മുഴുവനായിട്ട് തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. സോ ഇനി ബാക്കി നിങ്ങൾ ചെയ്യില്ലേ? ദിസ് വൺ ആഡ് ബാക്ക് ചെയ്യേണ്ട സാധനങ്ങളൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇവിടെ ഒന്നും പറയുന്നില്ല ഗിഫ്റ്റ് ആൻഡ് പ്രസൻറ്റിന്. സോ റിലേറ്റീവിൻ്റെ അടുത്ത് നിന്നാണോ എന്തെങ്കിലും വിചാരിക്കുമോ അത് തിരിച്ച് ആഡ് ബാക്ക് ചെയ്യുക. ഓക്കെ, ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം, കമ്മീഷൻ പെയ്ഡ് ഇൻ ക്യാഷ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് എത്ര. ഓക്കെ, നേരത്തെ ചെയ്ത പോലെ. ബിസിനസ് റിലേറ്റഡ് ആണെങ്കിലും ഗിഫ്റ്റ് നമ്മൾ അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ബിസിനസ്സിൽ ഈ ഗിഫ്റ്റിന് എന്ത് കിട്ടുള്ളൂ? അലൗബിൾ ആവുള്ളൂ കേട്ടോ. പറഞ്ഞതാണ് ഓൾറെഡി ഗിഫ്റ്റിൻ്റെ സെക്ഷൻ ആ സംഭവം എടുക്കുമ്പോൾ. നെക്സ്റ്റ്, ഡോക്ടർ ശ്രീകാന്ത്, മെഡിക്കൽ പ്രാക്ടീഷണർ ഹൂ മെയിൻറ്റെയിൻ ബുക്സ് ഓഫ് അക്കൗണ്ട് ഓൺ ക്യാഷ് ബേസിസ്. ഇത് ക്യാഷ് ബേസിസിൽ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ക്യാഷ് ബേസിസ്. സോ ഇതിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഇതിന് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. ബുക്സ് ഓഫ് അക്കൗണ്ട് എന്തിലാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അപ്പോൾ ഇവിടെ ക്യാഷ് ബേസിസ് തന്നിട്ടുണ്ട്. ഫർണിഷേഴ്സ് ദ റിസീറ്റ് ആൻഡ് ഇവിടെ റിസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, ക്യാഷ് ബുക്കാണ് ഇവിടെ തന്നിട്ടുള്ളത്.
ഇവിടെയും ക്യാഷ് ബുക്കാണ് തന്നിട്ടുള്ളത്. പക്ഷേ എങ്കിൽ ഇവിടെ നമ്മളോട് ഈ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ക്യാഷ് സിസ്റ്റത്തിലാണെന്ന് പറയുന്നുണ്ടോ? ഇല്ല. ബട്ട് ഇവിടെ നിങ്ങളോട് പറയുന്നുണ്ട് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ക്യാഷ് ബേസിസിലാണ്. അപ്പോൾ ഇവിടെ അപ്പോൾ ഈ സമയത്ത് റിസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് തന്നാൽ നിങ്ങൾക്ക് അറിയാം നിങ്ങൾ എന്താ എടുക്കേണ്ടത്. ഇത് പ്രൊഫഷനാണ്. അപ്പോൾ പ്രൊഫഷണൽ റിസീറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഇതുപോലെ പ്രൊഫഷണൽ റിസീറ്റ് എന്ന് പറഞ്ഞിട്ടൊരു കോളം വേണ്ട വരും. ഇത് പ്രൊഫഷണൽ എക്സ്പെൻസിന് കോളം, എന്നിട്ട് ഇതിന്ന് ഇത് മൈനസ് ചെയ്യും അല്ലേ. സോ അതേപോലെ തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത്. ഞാൻ എഴുതിക്കൊണ്ട് പോട്ടെ. എന്നാൽ ഇവിടെ നമ്മൾ ഹെഡിങ് കൊടുക്കുക. അടുത്തത് പ്രൊഫഷണൽ ഇൻകം അല്ലെങ്കിൽ റിസീറ്റ് എന്ന് എഴുതുക. കൺസൾട്ടേഷൻ ഫീ ആണോ? യെസ്, കൺസൾട്ടേഷൻ ഫീസ് എടുത്ത്. ബട്ട് ഇവിടെ 3 ഇയർ തന്നിന്. അപ്പം ഇതാണ് എൻ്റെ സംഭവം ഇവിടെ അല്ലേ, നമ്മളെ ഇയർ ഇവിടെയല്ലേ വരുന്നത്. അപ്പോൾ ഇത് മാത്രം എടുത്താൽ മതിയോ? പോരാ. ക്യാഷ് ബേസിസിലാണെങ്കിൽ ഏത് ഇയറിലാണ് കിട്ടിയെന്ന് നോക്കണ്ട. നമുക്കിതിപ്പോൾ 2021 ഇത് കിട്ടിയെന്ന് മാത്രം നോക്കിയാൽ മതി. ഏത് ഇയറിൻ്റെയാണ് കിട്ടിയത് നിങ്ങൾ നോക്കണ്ട. അപ്പോൾ ഇത് 3 നിങ്ങളുടെ കൺസൾട്ടേഷൻ ഫീ ആണ്. സോ ഇവിടെ ബിസിനസ് പ്രൊഫഷണൽ ഇൻകം എഴുതുമ്പം ഈ 3 എഴുതണം. ഇതെല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 35,50,000 കിട്ടും. അപ്പോൾ അത് മുഴുവനായിട്ട് ഇവിടെ എഴുതണം. ഓക്കെ, ക്യാഷ് ബേസിസിലുള്ളതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ടൈം നോക്കണ്ട. കിട്ടിയത് നമ്മുടെ പ്രീവിയസ് ഇയറിലാണെങ്കിൽ അത് ഇസ് അവർ ബിസിനസ് ഇൻകം, അല്ലെങ്കിൽ റിസീറ്റ് ആണെങ്കിൽ റിസീറ്റ്. വിസിറ്റിംഗ് ഫീ പ്രൊഫഷൻ ആണോ? യെസ്, വിസിറ്റിംഗ് ഫീ എഴുതുക 3 lakh. ലോൺ ഫ്രം ബാങ്ക് പ്രൊഫഷണൽ പർപ്പസിന് എടുത്ത ലോണാണ്. സോ ഇത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. ബട്ട് ഈ ലോണിന് ഇത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്, ലോൺ അല്ല. ബട്ട് ഈ ലോണിന് നിങ്ങൾ ഇൻട്രസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ അത് എന്തായിരിക്കും? അലൗഡ് ആയിരിക്കും. ബിക്കോസ് അത് എന്ത് ആവശ്യത്തിന് എടുത്തതാണ്? പ്രൊഫഷണൽ പർപ്പസ്. ഓക്കെ, അടുത്തത് സെയിൽ ഓഫ് മെഡിസിൻ. ബിസിനസ് റിലേറ്റഡ് ആണ്. അപ്പോൾ സെയിലെന്ന് എഴുതുക 6 lakh എന്ന് എഴുതുക. ഓക്കെ, അടുത്തത് ഗിഫ്റ്റ് ആൻഡ് പ്രസൻറ്റ്. ഗിഫ്റ്റ് ആൻഡ് പ്രസൻറ്റ് പേഷ്യൻറ്റിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയത് പ്രൊഫഷണൽ ഇൻകം ആണ്. സോ അത് നോക്കാം. 30,000 ഫ്രം പേഷ്യൻസ് ആൻഡ് 20,000 ഫ്രം ബർത്ത്ഡേ റിലേറ്റീവ്സ്. അപ്പോൾ ഈ 30,000 എന്ത് ഇൻകം ആണ്? പ്രൊഫഷണൽ ഇൻകം. അപ്പോൾ ഇവിടെ ഗിഫ്റ്റ് പ്രൊഫഷണൽ ഇൻകത്തിൽ വരും 30,000. ഓക്കെ, റെമ്യൂണറേഷൻ ഫ്രം ആർട്ടിക്കിൾ പബ്ലിഷ്ഡ് ഇൻ പ്രൊഫഷണൽ ജേർണലിൽ നിന്ന് കിട്ടിയതാണ്. സോ അലൗബിൾ 20,000 ജേർണലിൻ്റെത്. ഓക്കെ, അടുത്തത് ഡിവിഡൻഡ് ആണ്. നോ. ഇൻട്രസ്റ്റ് ഓൺ പോസ്റ്റ് ഓഫീസ് അല്ല. പ്രൊഫഷൻ റിലേറ്റഡ് ആണോ? അല്ല. ഇത് രണ്ടും അല്ല. ബാങ്ക് അക്കൗണ്ട് ഇൻ ജോയിൻ നെയിം അല്ല. ഇത് സംഭവമാണ്. ഓക്കെ, നോ, ഇത് രണ്ടും അലൗഡ് അല്ല. അടുത്തത് റെന്റ് ഓഫ് ക്ലിനിക് അലൗഡ് ആണ്. ബട്ട് എവിടെ വന്ന് പ്രൊഫഷണൽ എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഹെഡിങ് കൊടുക്കുക. അതിൻ്റെ താഴെ വരും റെന്റ്. ഇയർ നോക്കേണ്ട കാര്യമില്ല, ഞാൻ ഓൾറെഡി പറഞ്ഞു. ക്യാഷ് ബേസിസിലാണെങ്കിൽ അക്കൗണ്ട് മെയിൻറ്റെയിൻ. അപ്പോൾ ഇത് 3 കൂടെ ആഡ് ചെയ്യാം. 7 2 9. സോ 9 lakh. അടുത്തത് ഇലക്ട്രിസിറ്റി ബില്ലാണ്. അലൗഡ് ആണ് അല്ലേ. ഇലക്ട്രിസിറ്റി ഇല്ലാണ്ട് ക്ലിനിക്ക് നടത്താൻ പറ്റുള്ളൂ. പ്രൊഫഷണൽ ബുക്ക് പർച്ചേസ് ചെയ്ത് അപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. ഇതിൻ്റെ ഡിപ്രിസിയേഷൻ നിങ്ങൾക്ക് കിട്ടും അല്ലേ. ഇതൊരു അസറ്റാണ്. സോ ഡിപ്രിസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. ഡിപ്രിസിയേഷൻ ഞാനിവിടെ എഴുതി വെക്കാം. കാൽക്കുലേഷൻ കുറച്ച് കഴിഞ്ഞിട്ട്. ഡിപ്രിസിയേഷൻ ഓഫ് ബുക്ക് പ്രൊഫഷണൽ ബുക്ക് ആയിരിക്കണം. 40% അല്ലടാ പ്രൊഫഷണൽ ബുക്കിന്? അല്ലടോ, ആണ്. എടുത്ത് നോക്കിയാൽ മതി കേട്ടോ. ഹൗസ് ഹോൾഡ് എക്സ്പെൻസ് നോട്ട് അലൗഡ്. പ്രൊഫഷണൽ അല്ല. കളക്ഷൻ നോട്ട് അലൗഡ് എന്നല്ല, പ്രൊഫഷണൽ ഇൻകം അല്ല. കളക്ഷൻ ചാർജ് ഓൺ ഡിവിഡൻഡ് അല്ല, പ്രൊഫഷണൽ അല്ല. കാറ് പർച്ചേസ് ചെയ്തത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. സർജിക്കൽ എക്യുപ്മെൻറ്റ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഇതിന് രണ്ടിനും നമുക്ക് എന്ത് കിട്ടും? ഡിപ്രിസിയേഷൻ കിട്ടും. മോട്ടോർ കാർ ആണെങ്കിൽ അത് എന്ത് യൂസാന്ന് പ്രത്യേകം നോക്കിയിട്ട് മാത്രമേ ഡിപ്രിസിയേഷൻ എടുക്കേണ്ടുള്ളൂ. ഇൻകം ടാക്സ് അല്ല. സാലറി യെസ്. അപ്പോൾ ഇവിടെ ഞാൻ പുത്ത് സാലറി. ഇവിടെ അതേപോലെ ഡിപ്രിസിയേഷൻ എന്തിനൊക്കെ കിട്ടും? സർജിക്കൽ എക്യുപ്മെൻറ്റിനും കിട്ടും, കാറിനും കിട്ടും. ഓക്കെ, പിന്നെ വരുന്നത് സ്റ്റാഫിൻ്റെ സാലറി 7 lakh. ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം ഇല്ല. ഗിഫ്റ്റ് ടു വൈഫ് ഇല്ല. ഇൻട്രസ്റ്റ് ഓൺ ലോൺ എന്തിനെടുത്ത ലോണാ? പ്രൊഫഷണൽ പർപ്പസിന്. അതുകൊണ്ട് ഇവിടെ എഴുതാം പ്രൊഫഷണൽ എക്സ്പെൻസിൽ ഇൻട്രസ്റ്റ് ഓൺ ലോൺ 2 lakh. കാറിൻ്റെ എക്സ്പെൻസ് പ്രൊഫഷണൽ യൂസിനുള്ള കാറിൻ്റെ എക്സ്പെൻസ് എഴുതാം, പേഴ്സണൽ യൂസിന് എഴുതരുത്. പർച്ചേസ് ഓഫ് മെഡിസിൻ. സോ പർച്ചേസ് നമ്മൾ ഇപ്പല്ല ചെയ്യുക അല്ല, നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ നോക്കും. അത് വരുമോ ഇല്ലയോ എന്ന് ഞാൻ കൺഫേം ചെയ്തിട്ട് നമ്മൾ ചെയ്യും. ഓക്കെ, 1/3 ഓഫ് ദ മോട്ടോർ കാർ പേഴ്സണൽ യൂസിനാണ്. സോ കാർ എക്സ്പെൻസ് എത്രയുണ്ട് ടോട്ടൽ? സോ 1,50,000. ഇതിൻ്റെ 1/3 പേഴ്സണൽ എക്സ്പെൻസിനാണ്. അപ്പോൾ ഇതിൻ്റെ 2/3 എന്തിനായിരിക്കും ഉപയോഗിച്ചത്?
1 മൈനസ് 1/3. അപ്പോൾ ഇതിങ്ങോട്ട് പോവും. അപ്പോൾ 2 ആവും. 2 മൈനസ് 1/3, സോറി ഇതിങ്ങോട്ട് വരും 3 ആവും. 2/3. അപ്പോൾ ബാക്കി 2/3 എന്തിനു ഉപയോഗിച്ചത്? പ്രൊഫഷണലിന്. 1,50,000 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 3. സോ 10,000 മാത്രമേ ഇവിടെ വരുള്ളൂ. ഓക്കെ. ഇനി എന്താ? ഡിപ്രിസിയേഷൻ 15% ആണ് മോട്ടോർ കാറിന്, സർജിക്കൽ എക്യുപ്മെൻറ്റും ബുക്ക് 40%. വാങ്ങിച്ച സമയമൊന്നും തന്നിട്ടില്ല. അപ്പോൾ ഞാനിവിടെ എഴുതുവാണ് ഡിപ്രിസിയേഷൻ ഓൺ എന്താ സാധനം ഇത്? ബുക്ക് 40%. സോ ബുക്കിൻ്റെ വില എടുത്തു. ബുക്കിൻ്റെ വില 40,000 ആണ്. 40,000ൻ്റെ 40%, 16,000. സോ 16,000. ഓക്കെ. അടുത്തത് സർജിക്കൽ എക്യുപ്മെൻറ്റിനും 15%. സർജിക്കൽ എക്യുപ്മെൻ്റ് എവിടെ? 5 ലക്ഷം. 5 ലക്ഷത്തിൻ്റെ 15%, സോ 75,000. കാറിനും 15%, ബട്ട് കാറിന് പകുതി 2/3 മാത്രമേ ഇടത്തേക്ക് എടുക്കാൻ പാടുള്ളൂ പ്രൊഫഷന്. സോ 2/3 എടുക്കാവും. അപ്പോൾ ആദ്യം കാറിൻ്റെ വില എടുക്കുക. കാറിൻ്റെ വില എവിടെ? കാർ 10 lakh. സോ കാറിൻ്റെ വില 10 lakh. 10 lakhൻ്റെ 15% എടുക്കുക. ഓക്കെ. അതിൻ്റെ 2/3 അല്ലേ? ഇത് 15,000 എന്ന് പറഞ്ഞാൽ 1,50,000 അല്ലടാ വരും. അതിൻ്റെ 2/3 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 3. സോ 1 lakh ആയിരിക്കും എന്ത്? കാറ് ഏത് യൂസ് ചെയ്ത? പ്രൊഫഷണൽ പർപ്പസിന് യൂസ് ചെയ്തതിൻ്റെ ഡിപ്രിസിയേഷൻ. ഓക്കെ. സോ ഇത്രയും കാര്യങ്ങൾ ഈ ഭാഗത്തും വരും. സോ ഇനി എന്ത് ചെയ്യുക? ഈ ഭാഗം ആഡ് ചെയ്യുക. ഇവിടെ എഴുതുക. വേറെ ഒന്നും വരുന്നില്ലല്ലോ. ഒരു സംഭവം കൂടെ വരുന്നുണ്ട്. ഇവിടെ നോക്കേ. ഇവിടെ നിങ്ങളടുത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞു, പർച്ചേസ് കണ്ടാൽ പർച്ചേസും ക്ലോസിങ് സ്റ്റോക്കൊക്കെ ഉണ്ട്. അപ്പം ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഇല്ല. അപ്പം എന്ത് ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞ ചെയ്യല്ലേ പോലെ 4 ലക്ഷത്തിൽ നിന്ന് 5,50,000 ആണ്. സോ ഓപ്പണിംഗ് സ്റ്റോക്കൊക്കെ മൈനസ് ചെയ്തിട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? ഒരു കാരണവശാലും ക്യാഷ് ബേസിസിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യനിൽ പർച്ചേസ്, ഓപ്പണിംഗ് സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്ക് കണ്ട സ്റ്റോക്കിനെ തൊടാൻ പാടില്ല, സ്റ്റോക്ക് എടുക്കാൻ പാടില്ല, ജസ്റ്റ് പർച്ചേസ് മാത്രമേ കാണിക്കാൻ പാടുള്ളൂ. ഇഫ് ദി അക്കൗണ്ട് ഇസ് മെയിൻറ്റെയിൻഡ് ഓൺ ക്യാഷ് ബേസിസ്. ഓക്കെ. ക്യാഷ് ബേസിസിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങളെ കയ്യിൽ കിട്ടിയതെങ്കിൽ അവിടെ ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും കൺസിഡർ ചെയ്യരുത്. ഇടത് മാത്രമേ എടുക്കാവൂ, പർച്ചേസ് മാത്രം. സോ അത് മാത്രം ഇവിടെ കാണിക്കാം. പർച്ചേസ് 4 lakh. ഓക്കെ. സോ ഇതെടുക്കാൻ പാടില്ല. ക്ലോസിംഗ് സ്റ്റോക്ക് എടുക്കരുത്, ഓപ്പണിംഗ് സ്റ്റോക്ക്. സോ ബാക്കിയെല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക? ഈ ഭാഗമൊക്കെ ആഡ് ചെയ്യുക. 1 2 3 4 5 1 2 3 4 5 ആഡ് ചെയ്തിട്ട് ഇവിടെ ഇടുക. ഭാഗം ആഡ് ചെയ്തിട്ട് ഇവിടെ ഇടുക. അതേപോലെ ഇപ്പുറത്തെ ഭാഗം ഒന്നും വിട്ടുപോയിട്ടില്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ. ഈ ഭാഗം അതേപോലെ ആഡ് ചെയ്തിട്ട് ഇവിടെ എഴുതുക. രണ്ടും മൈനസ് ചെയ്താൽ നിങ്ങൾക്ക് ഇൻകം ഫ്രം പ്രൊഫഷൻ കിട്ടും. വെൻ അക്കൗണ്ട്സ് ആർ മെയിൻറ്റെയിൻഡ് ഓൺ ക്യാഷ് ബേസിസ്, ആക്ച്വൽ റിസീറ്റ് ആൻഡ് പേയ്മെന്റ് ഡ്യൂറിംഗ് ദ ഇയർ ആർ കൺസിഡർഡ് ഇഗ്നോറിംഗ് ദ പീരീഡ്. നിങ്ങൾ പീരീഡ്സ് ഒന്നും നോക്കണ്ട, ഇതിവിടെ നോക്ക്. ജസ്റ്റ് നിങ്ങൾ ഇഗ്നോർ ചെയ്യുക. സ്റ്റോക്സ് ആർ നോ റിലവൻസ് ഇൻ സച്ച് കേസ്. സ്റ്റോക്കിനെ പറ്റിയിട്ട് നിങ്ങൾ തിങ്ക് ചെയ്യേണ്ട കാര്യം ഇല്ല.